ശ്രീ പേരുടെ സഖാഫി അങ്ങ് കേൾക്കുന്നില്ലേ? ഓക്കെ. വളരെ നന്നായി ഉയർത്തി വളർത്തി ഈ ചെറിയ 18 വയസ്സ് മുതൽ എത്ര വയസ്സുള്ളവരാണെങ്കിലും എല്ലാവരെയും ഇതിന്റെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് നമുക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നേതൃത്വം പറയുന്നതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കേരളവും എല്ലാവരെയും ഇതിന്റെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് വയസ്സ് മുതൽ എത്ര വയസ്സ് ഉയർത്തി വളർത്തി ഈ ചെറിയ 18 വയസ്സ് മുതൽ എത്ര വയസ്സുള്ളവരാണെങ്കിലും എല്ലാവരെയും ഇതിന്റെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് നമുക്ക് വളർത്തി ഈ ചെറിയ 18 വയസ്സ് മുതൽ എത്ര വയസ്സുള്ളവരാണെങ്കിലും എല്ലാവരെയും ഇതിന്റെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് നമുക്ക് ആവശ്യം ശ്രീ പേരട സഖാഫി അങ്ങ് പോകരുത്. അങ്ങയുടെ കൂടുതൽ വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും കേൾക്കാൻ വേണ്ടി ഇവിടെ ഒരു പറ്റം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അങ്ങയിൽ നിന്നും കൂടുതൽ വിഡ്ഢിത്തരങ്ങൾ ഇനിയും കേൾക്കേണ്ടതുണ്ട് എന്നുകൂടി നിങ്ങളെ ഉണർത്തിക്കൊണ്ട് നിങ്ങൾ അവിടെ സ്റ്റുഡിയോയിൽ തന്നെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയും മറ്റുള്ള പല ആളുകളും നമ്മുടെ സ്റ്റുഡിയോകളിലൊക്കെ ഓരോ സ്റ്റുഡിയോകളിൽ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ പേരോട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അതുപോലെ തന്നെ നാജി അബ്ദുള്ള തുടങ്ങി AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകളുടെ വിശദമായ ചർച്ചകളിലേക്ക് അവർ പങ്കെടുക്കുന്ന ചർച്ചകളിലേക്ക് ഇൻഷാ അല്ലാഹ് അല്പം സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ കടന്നു വരുന്നതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചർച്ചയിൽ നിന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നൽകിയ ഒരു സംഭവം, ഒരു വിശദീകരണം. ഫാസിസ്റ്റ് ഭീകരതക്കെതിരെ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അത് ശ്ലാഘനീയമാണ്, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. അത് വളരെ സത്യസന്ധമായ ഒരു നിലപാടാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഫാഷിസത്തെ പ്രതിരോധിക്കുന്നതിൽ ബഹുമാനപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ ഉന്നതി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഫാസിസ്റ്റുകൾ നടത്തുന്ന ഈ പോരാട്ടത്തിനെതിരെ, ഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമത്തിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPM-ന്റെ നിലപാട് വളരെ ശ്ലാഘനീയമാണ്. അത് പ്രോത്സാഹനമർപ്പിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ അവർക്ക് എല്ലാവിധ പിന്തുണയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. പിന്തുണക്കേണ്ടതാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ആ വിഷയത്തിലാണ്. അപ്പോ നാളെ RSS വന്നിട്ട് ഹലോ, അസ്സലാമു അലൈക്കും. ഞാന് ഇവിടെ ക്ലാസ് റൂമിലാണ്. ഇപ്പോൾ നിങ്ങൾ കേരള മുസ്ലിം ജമാഅത്തിന്റെ പാർട്ടി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടൊരു ക്ലാസ് റൂമിലാണ്, കേൾക്കുന്നുണ്ട്. ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഭിപ്രായം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയണം. കേൾക്കട്ടെ. ആയിക്കോട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് വിളിക്കും. ഓക്കെ, ക്ലിയറുള്ള സ്ഥലത്തൊന്ന് വിളിക്കും. കുറച്ചുകൂടി ക്ലിയറുള്ള സ്ഥലത്തൊന്ന്. ഓക്കെ. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പല ശിഷ്യന്മാരും പ്രതികരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോ കൂടുതൽ ആളുകൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് കൂടുതൽ ആളുകൾ നമ്മുടെ ചർച്ചയിൽ നേരിട്ട് ടെലിഫോണിലൂടെയും മറ്റുമൊക്കെ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖരായ ആളുകൾ തന്നെ നമ്മോട് സംവദിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ചർച്ച ഉണ്ടാക്കുന്നല്ലോ. ചർച്ച പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചതല്ലോ ചർച്ച ഉണ്ടാക്കുവാണോ? ഖലീൽ സാഹിബ്, ഇവരുടെ തലയിൽ സത്യത്തിൽ ഈ വെള്ളം കുടിച്ച് വെള്ളം പറ്റിക്കണോണ്ടല്ലേ? വെള്ളം കുടിച്ചാൽ തലയിൽ വെള്ളം പറ്റുന്ന വെള്ളം AP-യുടെ വർക്കസിൽ തന്നെ വെക്കണുള്ളൂ സംശയമുണ്ട് അല്ലേ? കാരണം ആ വെള്ളം കുടിക്കുന്തോറും തലയിലെ വെള്ളം പറ്റിയ കാരണം അതിന്റെ തെളിവാണല്ലോ പോയി കാണുന്നത്. ചർച്ച ഉണ്ടാക്കുകയാണ്. ചർച്ച പിന്നെ നല്ല സാധനം എടുത്തുകൊണ്ടുവരാ, ഏത് മുക്കാണെങ്കിലും. അദ്ദേഹത്തിന്റെ പ്രമുഖരായ ശിഷ്യന്മാരൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളെ ചർച്ചയിൽ പങ്കെടുക്കും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളല്ലേ, ഇവരൊരു ഇടപെടൽ നോക്കുകയാണ്.
അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ഇത് ഈ ഒരു സംവിധാനം ഇപ്പൊ ഇവിടെ കേരളത്തിലുണ്ടാക്കിയ ഈ പാർട്ടി അല്ലെങ്കിൽ കേരളത്തിലുണ്ടാക്കിയ സംഭവം എന്താണെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിനെ ആദ്യം നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലെങ്കിൽ നമ്മൾ ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളുടെ ഉദ്ഘാടനം കൊണ്ടാണ് തുടങ്ങിയാലോ? ഒരു സയ്യിദ് ആയിക്കോട്ടെ ഉദ്ഘാടനം അല്ലേ? ഖലീൽ ബുഖാരി തങ്ങളുടെ ഉദ്ഘാടനം കൊണ്ടാണ് തുടങ്ങിയാലോ പരിപാടി? അദ്ദേഹം ഇവരൊക്കെ നമ്മൾ ഈ സംഘടന എന്നിട്ട് പിന്നെ അതിന് ശേഷം ഇൻഷാ അല്ലാഹ് കളവ് പറയാൻ പറ്റുമല്ലേ എന്നൊക്കെ നമുക്ക് ബഹുമാനപ്പെട്ട പേരോടത്ത് റഹ്മാൻ സഖാഫി പറയട്ടെ. പേരോടത്ത് റഹ്മാൻ സഖാഫിക്ക് ഒരു ഗുണമുണ്ട്. എന്തായാലും നൗഷാദ് ഹസനി പറയുന്നത് എപ്പോഴും ആ കാര്യത്തിൽ ഞാൻ നൗഷാദ് ഹസനിക്ക് ഒരു മാർക്ക് കൊടുത്തത് അവിടെയാണ്. ഇപ്പോഴത്തെ ഇടയിൽ കണ്ടു ഇന്നലെ മിഞ്ഞാന്നൊക്കെ നൗഷാദ് ഹസനി കേരള സുന്നി ജമാഅത്ത് പ്രഖ്യാപിക്കാൻ പോകും. ഇന്നലെ മിഞ്ഞാന്നൊക്കെ കണ്ടു കേരള സുന്നി ജമാഅത്ത് പ്രഖ്യാപനം ഒക്ടോബർ 15-ാം തീയതി വ്യാഴാഴ്ച ടൗൺ ഹാളിൽ നിന്ന്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിവായിട്ടില്ല. ഏതായാലും നമുക്ക് അതും കാണാം. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നൗഷാദ് ഹസനി പറയുന്നത് പോലെ എല്ലാ സംഭവത്തിനും പേരോടിന്റെ പ്രസംഗത്തിൽ തന്നെ മറുപടി ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ആ പ്രസംഗത്തിൽ തന്നെ ഉണ്ടാവും, അതല്ലെങ്കിൽ അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു പ്രസംഗം പരതിയാൽ ഇതിനുള്ള മറുപടി അവിടെ ഉണ്ടാവും. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി അദ്ദേഹം വളരെ ക്ഷീണിതനാണ്, ഒരു സയ്യിദാണ്, പ്രായം വളരെ അധികരിച്ച ആളാണ്. ഇതുപോലെ പല കള്ളത്തരങ്ങളും സൃഷ്ടിക്കുകയും കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ആളുകളെ ആത്മീയമായി വശീകരിക്കുന്നതിന് പല കള്ളത്തരങ്ങളും അതിമനോഹരമായി വളരെ ഗംഭീരമായ ശബ്ദത്തിൽ ആത്മീയതയിലൂന്നിക്കൊണ്ട് തന്നെ സംസാരിക്കുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന നിലയിൽ മഹാനായ തങ്ങളവറുകളെ തങ്ങൾ കേൾക്കുന്നുണ്ടോ? തങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മോട് പ്രതികരിക്കും. ആദ്യം അദ്ദേഹം ഈ കള്ളമുടി ജമാഅത്തിന്റെ ഉദ്ഘാടനം കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹത്തിന് വളരെ നിർബന്ധമുണ്ട്. ഓക്കെ. അദ്ദേഹം വരുമ്പോ അദ്ദേഹത്തെ ബന്ധപ്പെടുത്തണം എന്നറിയിക്കുന്നു. അപ്പൊ കള്ളമുടി ജമാഅത്തിന്റെ ഉദ്ഘാടനം കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ നിർവഹിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ ഖലീൽ ബുഖാരി തങ്ങളുടെ വളരെ ഏറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബി ആയതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ഈ പരിപാടിക്ക് കള്ളം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. വർഷം മുമ്പ് വളരെ ഐക്യത്തിലും സന്തോഷത്തിലും കഴിഞ്ഞു വരുന്ന ഈ മഹത്തായ പ്രസ്ഥാനം, ഈ മഹത്തായ സുന്നത്ത് ജമാഅത്ത് ഈ ഐക്യം തകർക്കുന്നതിന് ഇവിടെ ഏതാനും ചില വിഭാഗം ആളുകൾ പുത്രാശയക്കാരായി വന്നപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ തുറന്ന ശബ്ദം, സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥാശയം സമൂഹത്തിന് പഠിപ്പിക്കൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപക പ്രസിഡന്റായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പ്രമുഖരായ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു തആല അസ്റുൽ അസീസ് തങ്ങൾ പ്രസിഡന്റായും അന്നത്തെ ശൈഖുനായ പി ഉസ്താദ് താങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായും തങ്ങൾ പ്രസിഡന്റായും അന്നത്തെ ശൈഖുനായ പി ഉസ്താദ് താങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറി തആല അസ്റുൽ അസീസ് തങ്ങൾ പ്രസിഡന്റായും അന്നത്തെ ശൈഖുനായ പി ഉസ്താദ് താങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായും ബഹുമാനപ്പെട്ട തങ്ങൾ പോകരുത്. തങ്ങളുടെ ബാക്കിയുള്ള കലാപരിപാടികൾ ഇതിനുശേഷം ഇവിടെ തന്നെ അവതരിപ്പിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാകും എന്ന് നിങ്ങളെ അറിയിക്കുന്നു. തങ്ങൾ എന്നാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയത്? അന്നത്തെ എപിയും ഇന്നത്തെ എപിയും എന്ന് ചേരുംപടി ചേർക്കാനും അതൊന്ന് ഒപ്പിച്ചു പറയാനും താങ്കൾ നടത്തുന്ന ഈ പച്ചക്കള്ളത്തെ അങ്ങ് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഒരു കള്ളമുടിയുടെ ജമാഅത്ത് രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങ് പറയുന്ന നുണ അത് വളരെ സന്ദർഭോചിതമായി വളരെ അനിവാര്യവും വളരെ യോജിച്ചതുമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. പക്ഷേ താങ്കൾ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് എന്ന മഹാമാന്യ ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തോട് യോജിപ്പിച്ച് ഈ കള്ളമുടി ജമാഅത്തിന്റെ സ്ഥാപകനായ കാന്തപുരത്തെ യോജിപ്പിച്ച് പറയുമ്പോൾ താങ്കൾക്ക് അബദ്ധം പറ്റുമെന്ന കാര്യത്തിൽ താങ്കൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നില്ലേ? കാരണം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഈ എ പി അല്ല, അത് ഈ എ പി അല്ല. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സത്യസന്ധതയുടെ ഉടമസ്ഥനും വലിയ മഹാതരീക്കത്തുകളുടെ വലിയ മഹാനായ ഷെയ്ഖും ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനും വലിയ മഹാമനീഷിയും ആയിരുന്നു മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തോട് താരതമ്യം ചെയ്യാൻ നിങ്ങൾ ഇദ്ദേഹത്തെ ഉപയോഗിക്കുമ്പോൾ കളവ് പറഞ്ഞുകൊണ്ടല്ലാതെ താങ്കൾക്ക് സാധ്യമല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. നിങ്ങൾക്കറിയോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക്
ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റ് ആകുന്ന സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആരാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ? അന്ന് TV മുഹമ്മദ് മുസ്ലിയാരാണ് അല്ലേ? 1926 മുതൽ 1950 വരെ 51 വരെ കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി PV മുഹമ്മദ് മുസ്ലിയാരാണ്. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ പ്രസിഡന്റായി 1932-33 കൊല്ലത്തോളം 32-33ഓളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായപ്പോ അന്ന് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായിരുന്നു. 1933 മുതൽ 1945 വരെ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി. അതിനുശേഷം 1945 മുതൽ 65 വരെ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാരും 65 മുതൽ 67 വരെ ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ് അവറുകളും അതിനുശേഷം 67 മുതൽ 93 വരെ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും അവിടുന്ന് അങ്ങോട്ട് 93 മുതൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് KK അബൂബക്കർ ഹസ്രത്തും ഖദ്ദസല്ലാഹു തആല അസ്റാറഹും അതിനുശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങളും 2004 മുതൽ ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരും അതിനുശേഷം ബഹുമാനപ്പെട്ട സി കോയക്കുട്ടി മുസ്ലിയാരുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പദവിയിൽ ഉണ്ടായിട്ടുള്ളത്. ജനറൽ സെക്രട്ടറി പദത്തിലാകട്ടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപന കാലഘട്ടം മുതൽ 1926 മുതൽ 1950-51 വരെ ബഹുമാനപ്പെട്ട PV മുഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർക്കദ അവറുകളായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി. അതിനുശേഷം ബഹുമാനപ്പെട്ട 1951 മുതൽ 57ഓളം കാലഘട്ടം ബഹുമാനപ്പെട്ട പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അവറുകളും നബറല്ലാഹു മർക്കദഹു അതിനുശേഷം മഹാനായ ശംസുൽ ഉലമാ KK അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് അവറുകളാണ് 1957 മുതൽ 1996 വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ട് ബഹുമാനപ്പെട്ട 96 മുതൽ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ തവല്ലല്ലാഹു റഹു മഹാനവറുകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ 4 ആളുകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായപ്പോൾ ജനറൽ സെക്രട്ടറി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാറാണെന്ന് പറഞ്ഞത് താങ്കൾ ഒന്നുകൂടി ആവർത്തിക്കണം. താങ്കൾ പോയിട്ടില്ലല്ലോ, താങ്കൾ അത് തന്നെയല്ലേ പറഞ്ഞത്? ഒന്നുകൂടി കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്കൾ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യസ്തമുണ്ടോ? താങ്കൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു കള്ളമുടി ജമാഅത്തിന്റെ ഉദ്ഘാടനത്തിൽ താങ്കൾ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ ഒരു സംഭവം തന്നെയാണ്. അത് ആ സംഭവത്തോട് താങ്കൾ പുലർത്തുന്ന നീതി തന്നെയാണ്. താങ്കൾ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുമെങ്കിൽ പൊതുജനങ്ങൾക്ക് ഒരിക്കൽ കൂടി അത് കേൾക്കാം. താങ്കൾ കേൾക്കുന്നുണ്ടോ? താങ്കൾ കേൾക്കുന്നുണ്ടോ? താങ്കൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ താങ്കൾ കേൾക്കുന്നുണ്ടോ അല്ല, താങ്കൾ കേൾക്കുന്നു. ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ജമാഅത്തിന്റെ തുറന്ന ശബ്ദം, സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ ആശയം സമൂഹത്തിന് പഠിപ്പിക്കൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപക പ്രസിഡന്റായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പ്രമുഖരായ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങൾ പ്രസിഡന്റായും അന്നത്തെ ശൈഖുനാ AP ഉസ്താദ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായി അന്നത്തെ ശൈഖുനാ AP ഉസ്താദ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായും സമസ്ത രൂപീകൃതമായി ജനങ്ങൾക്ക് ആവശ്യമായ ശൈഖുനാ AP ഉസ്താദ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായും സമസ്ത രൂപീകൃതമായി ജനങ്ങൾക്ക് ആവശ്യമായ ദിശാബോധങ്ങൾ നൽകി അവർക്ക് വേണ്ട പുരോഗമന പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി 25 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കേണ്ടി വന്നു. അന്ന് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. 1954 ആകുമ്പോഴേക്ക് നമ്മുടെ യുവജനങ്ങൾക്ക് പ്രത്യേക പ്രസ്ഥാനം ആവശ്യമായി വന്നു. അന്ന് SYS എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് 1954 ഏപ്രിൽ 25 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം നൽകി. അവിടെ നിന്ന് ഏകദേശം 23 വർഷം കഴിഞ്ഞ 20
വർഷം കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്, വിദ്യാർത്ഥി സമൂഹത്തിന് ദിശാബോധം നൽകാൻ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം വേണം. ഞങ്ങളെ ദിശാബോധം നൽകാൻ ഒരു സെക്കൻഡ് കുറച്ചായിട്ട് ദിശാബോധം നൽകിയാൽ പോരെ? ദിശാബോധം നൽകി പോകണം. അർജന്റ് ഉണ്ടെങ്കിൽ ദിശാബോധം നൽകി പോകാം. ഒരു സെക്കൻഡ് ഒന്ന് ദിശാബോധം നൽകാൻ ഒരു സെക്കൻഡ് വെക്കും. നിങ്ങൾ നുണ പറഞ്ഞതൊന്ന് ആൾക്കാർ മനസ്സിലാക്കട്ടെ. നിങ്ങൾ എന്ത് ദിശാബോധം നൽകിയിട്ട് എന്താ തങ്ങൾ പാപ്പ? നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളാണ്, അത് നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളാണ്. നിങ്ങൾ എ അന്നത്തെ ജനറൽ സെക്രട്ടറി, ഇന്ന് ജനറൽ സെക്രട്ടറി, ഇന്നും എ പി ആണ്, അന്നും ജനറൽ സെക്രട്ടറി എ പി ആണെന്ന് വരുത്താൻ വേണ്ടി നിങ്ങൾ നടത്തിയ ഈ ശ്രമം അത് പച്ചക്കള്ളമായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചു. നിങ്ങൾ ദിശാബോധം നൽകിയ എവിടുക്ക പോവുക? ഇതല്ല നിങ്ങൾ ദിശാബോധത്തിന്റെ ഒക്ക്. ഇത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ദിശാബോധം നൽകിയാലും അത് പച്ചക്കള്ളമായിരിക്കും. അത് അതിന്റെ ബാക്കി പത്രം എന്ന ആളുകൾക്കൊക്കെ അറിയാം. നിങ്ങളെ ദിശാബോധം കുറച്ചുണ്ട്. ഏതായാലും എന്റെ പ്രിയപ്പെട്ട താങ്കളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി തന്നെ പറയട്ടെ, താങ്കളുടെ ഈ ദിശാബോധം അവസാനിപ്പിക്കുമോ പ്ലീസ്? ദയവ് വിചാരിച്ച്. കാരണം ഈ സമുദായത്തിന് എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ദിശാബോധം നൽകിയാൽ അത് ജനങ്ങൾക്കിടയിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങ് ദയവ് വിചാരിച്ച് അങ്ങയുടെ ഈ ദിശാബോധം നൽകലൊന്ന് അവസാനിപ്പിക്കണം. ഒരു പ്രസംഗത്തിൽ മൂപ്പര് 120 ദിശാബോധം നൽകും. ദിശാബോധത്തിന്റെ കഥ എന്നതാണ്? ആൾക്കാരെങ്ങനെ മനസ്സിലാക്കുക? ഇതിങ്ങനെ പറയല്ലേ, വലിയ വായിൽ വലിയൊരു മനുഷ്യൻ നിന്നുകാണ്ട് ഇമ്മാരി പച്ചക്കള്ളം പറയുന്ന ആരെങ്കിലും കരുതോ? തലയിക്കെട്ട് വെട്ടിയൊരു സയ്യിദ്? അപ്പൊ എന്റെ പ്രിയപ്പെട്ട തങ്ങളെ, അങ്ങനത്തെ പച്ചക്കള്ളം പറയലൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് മാന്യമായി വല്ല തൊഴിലെടുത്ത് ജീവിക്കാനുള്ള ശ്രമം നടത്തി. ജീവിക്കാൻ വേറെ മാർഗമില്ലേ? ഈ ഒരു ഏർപ്പാട് മാത്രമേ ഉള്ളൂ. ഈ കള്ളം പറഞ്ഞിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. വേറെന്തെങ്കിലും ഒരു പള്ളിക്ക് ഇമാമായാലും ജീവിച്ചൂടെ? ഒന്നുമില്ലെങ്കിൽ ബാങ്ക് കൊടുത്ത് ജീവിച്ചൂടെ? എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കുന്നത്? അങ്ങ് വലിയൊരു സയ്യിദല്ലേ, ഒരു മഹാനായ സയ്യിദ് പാരമ്പര്യത്തിൽ ജനിച്ച ആളല്ലേ? 4 സലാത്തിൽ പൈസ ഉണ്ടാക്കിക്കൂടെ? ഈ രൂപത്തിൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ വേണ്ടി, താങ്കളുടെ ഒരു ദുനിയാവിന് വേണ്ടി ഈ രൂപത്തിൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല, ഒരു അർത്ഥവുമില്ല എന്ന് ബഹുമാന്യനായ തങ്ങളോട് എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് ഞങ്ങളൊരു ചെറിയ ഒരു ഉപദേശം മാത്രം നൽകുകയാണ്. അങ്ങത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിശാബോധത്തിന് ഒരല്പസമയം ഞങ്ങൾക്ക് തരണം. ദിശാബോധം നൽകുന്നതിന് മുമ്പ് ഒരു ചെറിയ സെക്കൻഡ്. പ്രിയപ്പെട്ട തങ്ങളെ, നിങ്ങൾ പറഞ്ഞു അങ്ങനെ അന്ന് 1954 ഇവിടെ SYS രൂപീകരിച്ചു. 1954 SYS രൂപീകരിച്ച ചരിത്രം നിങ്ങളെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. SYSന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ SYS കേരളയിൽ അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ എഴുതി വെച്ച ഒരു ഭാഗമുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് വായിച്ചു തുടക്കത്തിൽ. അത് കേൾക്കാത്ത ആളുകൾക്ക് ഒന്നുകൂടി കേൾക്കാനാണ് ഞാനിത് പറയുന്നത്. SYS കേരള, SYSന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവർ പറയുന്നു 1954 തങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഏപ്രിൽ 25 സമസ്തയുടെ താനൂർ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ഷെയ്ഖ് ആദം ഹസ്രത്ത് നബറല്ലാഹു മർക്കദ സമസ്തയുടെ ബഹുജനാടിത്തറ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കേണ്ടായി. എന്തടിത്തറ? യുവജനാടിത്തര അല്ല തങ്ങളെ, ബഹുജനാടിത്തറ. താങ്കൾ അവിടെ ഒരു ചെറിയ കളവ് പ്രയോഗിക്കാൻ താങ്കൾ നടത്തിയ ശ്രമത്തെ ഒന്ന് തിരുത്തുക മാത്രമാണ്. അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണെന്ന് ഇടക്കിടക്ക് ഇനി പറയേണ്ടതില്ലല്ലോ. അത് ഈ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ബഹുമാനവും നിലനിർത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ തെറ്റുകൾ ഇടക്കിടക്ക് ഞങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്തൊക്കെ ബഹുമാനമില്ലാതെയാണെന്ന് താങ്കൾ കരുതാതിരിക്കാനാണ് ആദ്യം മുതൽ തന്നെ പറയുന്നത്. എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അങ്ങയുടെ അനവധി കളവുകൾ തിരുത്തേണ്ടുള്ളതുകൊണ്ട് ഇടക്കിടക്കൊക്കെ ബഹുമാനം നിലനിർത്തി എന്ന് പറയാൻ ചിലപ്പോൾ ഞങ്ങൾ വിട്ടുപോകും. അതൊരു അപമര്യാദയായി കണക്കാക്കരുത് എന്നുകൂടി താങ്കളോട് വളരെ താഴ്മയോടുകൂടി ഉണർത്തിക്കൊണ്ട് പറയട്ടെ. അപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുജനാടിത്തറ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയാണ്. നിങ്ങൾ കൃത്യമായി SYSന് എഴുതി വെച്ച, SYSന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സൈറ്റിൽ SYSനെ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് പറയുന്നത്. ബഹുജനാടിത്തറ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പറവണ്ണ മുഹ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതിനെ ശക്തിയായി പിന്താങ്ങി ചർച്ച സജീവമാക്കി. ഒരു ബഹുജന സംഘം എന്ന ആശയം പൊതുവെ അംഗീകരിക്കപ്പെട്ടു. ഇതേ തുടർന്ന് അതേ വർഷം തന്നെ റംളാൻ 17 1954 മെയ് മാസത്തിൽ കോഴിക്കോട് അൻസാറുൽ മുസ്ലിമീൻ സംഘം ഹാളിൽ ഒരു ബഹുജന കൺവെൻഷൻ നടന്നു. അതിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകൃതമായി. പി ഹസൻ കുട്ടിഹാജി പ്രസിഡന്റും KM മുഹമ്മദ് കോയ മാത്തോടൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ ബഹുജനം അതാ ഇവിടെ ആരോ അത് ഇട്ടിട്ടുണ്ട് അല്ലെ, ജനലിട്ടി ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് പലപ്പോഴും ഇത് നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ തന്നെ അല്ലെ, അതെ ഇത് പലപ്പോഴും നിങ്ങൾ തന്നെ പല വേദികളിൽ വ്യക്തമാക്കിയതാണ്.
അപ്പൊ താങ്കൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇടക്കിടക്ക് നിങ്ങളുടെ ദിശാബോധത്തിലുള്ള തെറ്റുകൾ ഇങ്ങനെ തിരുത്തി തരിക. കാരണം നിങ്ങൾ ആൾക്കാരെ ദിശാബോധം നൽകുമ്പോൾ അത് സത്യത്തിൽ യഥാർത്ഥ ദിശയിലേക്കല്ല, നിങ്ങൾ കള്ള ദിശയിലേക്കാണ്. പിന്നെ കള്ളെന്ന് ആദ്യം പറയാനില്ലാത്തതുകൊണ്ടേ കാരണം താങ്കൾ കള്ള ദിശാബോധം എന്ന് പറയേണ്ടല്ലോ അല്ലേ? താങ്കൾ നൽകുന്നത് കള്ള ദിശാബോധം മാത്രമാണെന്ന് താങ്കളോട് പറയേണ്ടി വന്നതിൽ ഞങ്ങൾ അതിയായി വേദനിക്കുന്നു എന്നുകൂടി താങ്കളോട് ഉണർത്തി. താങ്കൾക്ക് വേണമെങ്കിൽ പ്രസംഗം, താങ്കൾക്ക് വേണമെങ്കിൽ ഇനിയും ഇടപെടാം. താങ്കൾ ഇനി നിങ്ങൾ ഈ ഏത് സംഘടന തകർക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നത്? ആരുണ്ടാക്കിയ സംഘടന എന്ന് പറഞ്ഞോളി. താങ്കൾ നിങ്ങളുടെ വെട്ടിത്തരങ്ങൾക്ക് ശേഷം, നിങ്ങളുടെ ഈ കള്ളത്തരങ്ങൾക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മറ്റുള്ള ആളുകളുടെ കള്ളത്തരങ്ങളൊക്കെ ഒന്നൊന്നായി കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ താങ്കൾ സ്റ്റുഡിയോ വിട്ടു പോകണമെന്ന് നിങ്ങളോട് ഉണർത്തുന്നു. രൂപം നൽകി. അവിടുന്ന് ഏകദേശം 23 വർഷം കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്, വിദ്യാർത്ഥി സമൂഹത്തിന് ദിശാബോധം നൽകാൻ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം വേണമെന്ന് നമ്മുടെ പണ്ഡിത നേതൃത്വം മനസ്സിലാക്കി. അവർ എന്ന ഒരു മഹത്തായ സംഘടനയ്ക്ക് നേതൃത്വം നൽകി. അവിടെ നിന്നുകൂടി നമ്മുടെ പ്രസ്ഥാനം വളർന്നു, സ്ഥാപനങ്ങൾ വളർന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും ആയിരക്കണക്കിന് ഉസ്താദുമാരും മാനേജ്മെന്റ് ഭാരവാഹികളും അവർക്ക് വേണ്ടി സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ, ഇങ്ങനെ ഓരോ പ്രസ്ഥാനങ്ങളും അക്കാലത്ത് നിലവിൽ വന്നു. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ SYSന്റെ 60ാം വാർഷിക സമ്മേളനം, ചരിത്രപ്രസിദ്ധമായ സമ്മേളനം, കേരളം ഇക്കാലം വരെ കണ്ടിട്ടില്ലാത്ത സമ്മേളനം, കർഷകർക്ക് മാത്രം പ്രത്യേക സമ്മേളനം, കടൽ തൊഴിലാളികൾക്ക് മാത്രം പ്രത്യേക സമ്മേളനം, അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പ്രത്യേക സമ്മേളനം, ഒരേ സമയത്ത് ഒട്ടനവധി പന്തലുകൾ, നിരവധി സമ്മേളനങ്ങൾ നടന്നു വന്നു. തങ്ങളുടെ ദിശാബോധത്തിൽ ചെറിയൊരു തെറ്റുകൂടി ഞങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ SYSന്റെ കീഴിൽ തന്നെയാണ് ഇതൊക്കെ നടന്നതില്ലേ? അന്യസംസ്ഥാന തൊഴിലാളികൾക്കും അതുപോലെ തന്നെ മറ്റേ എന്ത് തൊഴിലാളികൾ എന്നോട് പറഞ്ഞു? ലൈംഗിക തൊഴിലാളികൾ, ഏതൊക്കെ തൊഴിലാളികളെ താങ്കൾ പറഞ്ഞു? അതൊക്കെ എല്ലാവർക്കും പ്രത്യേക പന്തലുകളൊക്കെ ഒരുക്കിയത് ഈ ഒരൊറ്റ SYSന്റെ സമ്മേളനത്തിൽ തന്നെയാണല്ലോ അല്ലേ താങ്കളെ? അപ്പൊ കടൽ തൊഴിലാളികൾക്ക്, അപ്പൊ SYSന്റെ സമ്മേളനത്തിൽ SYS എന്ന ബഹുജന സംഘടനയാണ്, അതിന്റെ കീഴിൽ ബാക്കിയുള്ളവർക്കൊക്കെ പന്തലൊരുക്കാം എന്നന്നെയാണ് താങ്കൾ പറയുന്നത്. അല്ല, യുവജനങ്ങൾക്ക് മാത്രമുള്ള സംഘടനയല്ല. SYS എന്ന് പറയുന്ന ബഹുജന സംഘടനയുടെ കീഴിൽ എല്ലാ ആളുകൾക്കുള്ള, എല്ലാവിധ തൊഴിലാളികൾക്കുള്ള പന്തലുകളും താങ്കൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് താങ്കൾ തന്നെ ഇപ്പോൾ സമ്മതിച്ചു. ഇനി വിഡ്ഢിത്തരം വീണ്ടും ആവർത്തിക്കുന്നതിന് മുമ്പ് ഇടക്കിടക്ക് ഒന്ന് ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. എന്റെ പ്രിയപ്പെട്ട താങ്കൾക്ക് തുടരാം. ഇനിയും കുറച്ച് താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ താങ്കൾക്കുള്ള അവസരം തന്നെയാണ്. താങ്കൾ സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണെങ്കിൽ സ്റ്റുഡിയോക്ക് അതൊരു ഭാരമാകുമെന്നുള്ളത് കൊണ്ട് താങ്കളെ പെട്ടെന്ന് തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കേണ്ടതുകൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ താങ്കൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സമ്മേളനങ്ങളെല്ലാം ഏതെങ്കിലും ഒരു കൂട്ടായ്മ മാത്രമല്ല, ഇവിടെ പ്രവർത്തനം വളരെ സജീവമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് ഈ പ്രസ്ഥാനത്തിന്റെ അജയ്യനായ നായകൻ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് പ്രഖ്യാപിച്ച നമ്മുടെ പ്രസ്ഥാനം വളർന്നിരിക്കുന്നു, നമ്മുടെ അംഗസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു, പ്രവർത്തന മേഖല വളരെ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനം ഒന്നുകൂടി വിപുലമാക്കുന്നതിന്, സജീവമാക്കുന്നതിന് ഒരു പുതിയ സംഘടന ഇവിടെ നിലവിൽ വരേണ്ടതുണ്ട്. അന്ന് പ്രഖ്യാപിച്ചു. ഇൻഷാ അല്ലാഹ് അതിന്റെ ലക്ഷ്യങ്ങളെന്ത്, അതിന്റെ ശൈലി എന്ത്, അതിന്റെ സ്വഭാവമെന്ത്, അതിന്റെ എല്ലാ ഇടപെടൽ, ഈ അങ്ങയുടെ ദിശാബോധത്തിലൊരു ഇടപെടൽ കൂടി അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സുന്നി കയർ തൊഴിലാളി, സുന്നി കടൽ തൊഴിലാളി, സുന്നി മത്സ്യത്തൊഴിലാളി, സുന്നി ഇങ്ങനെ എല്ലാ സംഘടനകളും പാടെ കൂടുമ്പോ എല്ലാ സുന്നിയും കൂടിയ സുന്നി പോകല, ഇതിലൊക്കെ പാടെ കൂടിയിട്ട് ഒരു സംഘം ഉണ്ടാക്കുന്ന സമയത്ത് സുന്നിയെ നഷ്ടപ്പെടല, അതൊക്കെ പാടെ കൂട്ടിപ്പിരിച്ച എല്ലാ സുന്നിയും പാടെ കൂട്ടിപ്പിരിച്ച പിന്നെ സുന്നിയാണ് പോകലാണ്. സുന്നി കടൽ തൊഴിലാളി യൂണിയൻ, സുന്നി കയറ്റിറക്ക് തൊഴിലാളി യൂണിയൻ, സുന്നി മുടിക്കച്ചവട യൂണിയൻ, സുന്നി വെള്ള
കച്ചവട യൂണിയൻ, സുന്നി സുന്നിയൊക്കെ പാടെ കൂടിയ സുന്നികൾ എന്താ ഉണ്ടാകുക? പിന്നെ അസ്സലാമു അലൈക്കും. ഡി സി എപ്പോ വരും? അദ്ദേഹത്തിനുണ്ട്. ഒരു ചെറിയ എന്തോ ഒരു ഇടപെടലാണ്. ഇടക്കിടക്ക് തങ്ങളെ ഡി സി ആക്കുന്നുണ്ട്, ഒരു മെസ്സേജ് വന്ന് അങ്ങനെ ഡി സി ആയി പോവുക. ഏതായാലും ഒന്നും കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് പിന്നെയും കാര്യം വരാലോ അല്ലേ. അപ്പോ എന്റെ പ്രിയപ്പെട്ട തങ്ങളെ, ഈ ദിശാബോധം നൽകുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കാണി. ഇതൊക്കെ പാടെ കൂടി സുന്നിയൊക്കെ പാടെ കൂടിയാൽ സുന്നി നഷ്ടപ്പെടല? എല്ലാത്തിനും സുന്നി വേണമെന്ന് വാദിക്കുന്ന നിങ്ങൾ, സുന്നി മെഡിക്കൽ കോളേജ്, സുന്നി എഞ്ചിനീയറിംഗ് കോളേജ്, സുന്നി മർക്കസ്, സുന്നി യൂനാനി കോളേജ് അല്ലെ, എല്ലാവർക്കും സുന്നി വേണമെന്ന് നിർബന്ധിക്കുന്ന നിങ്ങൾ, സുന്നി പള്ളി, സുന്നി മദ്രസ, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി മിൽക്ക്, എല്ലാവർക്കും സുന്നി വേണമെന്ന് വളരെ ശാഠ്യം പിടിക്കുന്ന നിങ്ങൾ എന്താ പേര് ജമാഅത്തുണ്ടാക്കിയപ്പോ സുന്നി പോയി? ഈ സുന്നിയൊന്നും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്ന സുന്നിയായിരുന്നില്ല. ഇതൊന്നും സുന്നീസത്തിന്റെ വാദത്തിലുള്ള സുന്നിയല്ല. നിങ്ങളുടെ സുന്നി എന്ന് പറയുന്നത് സത്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള സുന്നിയ അല്ലേ? അത് കൃത്യമായി ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. കാരണം ഇതിന്റെ പിന്നാമ്പറ രഹസ്യങ്ങൾ ഒരു അന്വേഷണ വിധേയമാക്കുന്ന ഏത് കുട്ടികൾക്കും മനസ്സിലാക്കാൻ കഴിയും. ഇത് 1989 ഡിസംബർ 21 വ്യാഴാഴ്ച 1 മണിക്ക് അബ്ദുസമദ് കാത്തിബും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ തെറുവായിയും അബൂബക്കർ കാന്തപുരവും തമ്മിൽ വെച്ച ആ മുക്കൂട്ട് മുന്നണി വെച്ച ഒപ്പിന്റെ ആ എഗ്രിമെന്റിന്റെ ഭാഗമായി താങ്കൾ അന്ന് അവിടെ രൂപം നൽകേണ്ടിയിരുന്ന, അന്ന് ബീജാഭാവം നൽകിയ, അന്ന് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ആ സംഘടന ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അന്നത്തെ അവരുടെ അവിഹിത ബന്ധത്തിന്റെ ഫലമായി ഇന്ന് കുട്ടി പുറത്തു വന്നതാണ് ഈ മുസ്ലിം ജമാഅത്ത്. ഇത് തിരിച്ചറിയാനുള്ള കഴിവ് ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഇതിന്റെ ലക്ഷ്യം, താങ്കൾ വിശാലമായി താങ്കൾ ഉണ്ടാക്കുന്ന ഈ സംഘടനയുടെ ലക്ഷ്യം കൃത്യമായി ഇവിടുത്തെ എല്ലാ ആളുകൾക്കും തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ പറയണോ? ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാർ നിങ്ങൾക്കൊക്കെ മറുപടിയായി ഉടൻ തന്നെ ക്ലാസ്സിൽ പ്രവേശിക്കാൻ പോവുക. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ നിങ്ങളുടെ കള്ളക്കളികൾ ഓരോന്ന് അദ്ദേഹം എടുത്ത് ചെറുവണം നടത്തി വളരെ വിശദമായി തന്നെ ഇതിന്റെ എല്ലാ അപകടങ്ങളെയും എല്ലാ മേഖലകളും വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹം നമ്മോട് ഇപ്പോ ഉടൻ തന്നെ നമ്മോട് കൂടെ ചേരാൻ പോകുന്നു. നിങ്ങൾക്ക് കേൾക്കാം. എന്തായിരുന്നു ഞങ്ങൾ മർക്കസ് തർബിയത്തുൽ ഇസ്ലാമി പഠിക്കുമ്പോ, മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയത്തരെ എവിടെ പോയി സുന്നി ഇവര് ചോദിച്ചിരുന്നതാണ്. അവസാനം മർക്കസ് സക്കാഫത്ത് സുന്നിയുടെ പേര് ജാമിയ മർക്കസ് സക്കാഫത്ത് സുന്നിയൽ ഇസ്ലാമിയാക്കി. അതേ സ്ഥാപനത്തിന്റെ പേര് ജാമിയ മർക്കസ് സക്കാഫത്ത് സുന്നിയത്തുൽ ഇസ്ലാമിയാക്കി അല്ലേ? എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ സ്ഥലത്തും നമ്മൾ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡാത്രേ. എന്താ ഇസ്ലാം? എന്താ മുസ്ലിം എന്നല്ലേ, സുന്നി എന്നല്ലേ മുസ്ലിം? നമ്മളൊന്ന് ചോദിച്ചാ അപ്പോൾ അങ്ങനെയല്ല, സുന്നിയാണ് യഥാർത്ഥ ഇസ്ലാം. അപ്പൊ സുന്നി എന്ന് തന്നെ പറയണം. കാരണം അതെന്താ പറയാൻ കാരണം? സുലൈമാൻ മൗലവി പറയുന്നുണ്ട്, സാധാരണ സുലൈമാൻ മൗലവി ഒതുക്കുന്ന ദർസ് നടത്തുമ്പോൾ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനുമായി അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനുമായി ഞാൻ സംസാരിച്ചു. ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോ സുന്നി എന്ന് തന്നെ പറയണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന് വേറെ കുറെ വിശാലമായ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് സുന്നി എന്ന് തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ സുന്നി എന്ന് തന്നെ പ്രയോഗിക്കണമെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്നോട് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ വാക്കുകളിൽ തന്നെ നമുക്കത് കേൾക്കാം. അതിനു മുമ്പ് സുലൈമാൻ മൂല്യർ അവിടെ ഇരിക്കട്ടെ, അതിനു മുമ്പ് 2-3 ആളുകളെ നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. തങ്ങൾപ്പാപ്പാക്ക് അർജന്റ് ഉണ്ടതുകൊണ്ട് തങ്ങൾപ്പാപ്പാന്റെ ചർച്ച അവസാനിപ്പിച്ച ശേഷം മറ്റുള്ളവർക്ക് പങ്കെടുക്കാം, അതിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. തങ്ങൾപ്പാപ്പനെ തുടരട്ടെ. ഏത് സംഘടനയാണ്? ഏത് സംഘടനയുടെ ഭാഗമാണത്? ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ സംഘടനയാണോ? ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദ് ഉണ്ടാക്കിയ സംഘടനയാണോ?
ഏത് സംഘടനയാണ് സത്യത്തിൽ അവരുടെ സംഘടന എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതാണ് ഇവരുടെ പ്രത്യേകത, അതാണ് ഇവരുടെ കറാമത്ത്. കാരണം ഇവരുടെ പ്രസംഗത്തിൽ തന്നെ അതിലെ തെളിവുകൾ ഉണ്ടാവും. ഇവരുടെ പ്രസംഗം ഇവർ ഉപയോഗിക്കുന്നത് തങ്ങന്മാർക്ക് കറാമത്തില്ല എന്നവരെ പറഞ്ഞു അല്ലേ? കാരണം തങ്ങൾ തന്നെ ഇതൊരു കള്ളത്തരത്തിലെ പരിപാടിയാണെന്ന് വരുത്താനാണ് അവിടെ തന്നെ തങ്ങൾ കള്ളം പറഞ്ഞത്. തങ്ങൾ കള്ളം പറഞ്ഞു തുറക്കുമ്പോ ഒരു ബഹുമാനപ്പെട്ട കള്ളം അദ്ദേഹം പറഞ്ഞു എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഒരു കള്ളം അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിന് ഈ എ പി എ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദുമായി യോജിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. അത് വലിയ കള്ളത്തരമായിരുന്നു. അങ്ങനെ ഒരിക്കലും പറഞ്ഞു പോകരുത്. മഹാന്മാരായ ആളുകളോട് ബന്ധപ്പെടുത്താൻ വേണ്ടി കള്ളം പറഞ്ഞുകൊണ്ട് എന്താ ഈ വിഷയത്തിലൊക്കെ ഇങ്ങനെ കള്ളം പറയണം? എന്താ വിഷയത്തിൽ കള്ളം പറയണമെന്ന്? എന്താണ് ഇപ്പോൾ അവിടെ ആ പ്രയോഗത്തിന്റെ ആവശ്യം എന്തെങ്കിലും തങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണി. ഏതായാലും അദ്ദേഹത്തിന്റെ ബാക്കി പോയിട്ട് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ബാക്കി ഓരോ മുഖ്യ പ്രഭാഷണമുണ്ട്, ആശംസകളുണ്ട്, അതുപോലെ തന്നെ പ്രഖ്യാപന പ്രഭാഷണങ്ങളുണ്ട്. സമയമാണെങ്കിൽ വളരെ ദീർഘിച്ചിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഓരോരുത്തരോടുള്ള അഭിമുഖം വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം എന്ന് നിങ്ങളോട് അറിയിക്കുന്നു. അതിന്റെ സ്വഭാവമെന്ന്, അതിന്റെ എല്ലാ വിഷയങ്ങളും, അതിന്റെ ആധികാരിക ശബ്ദം ആൾ ഇന്ത്യ ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. പലവരും മുസ്തഹബിനെ തെറ്റിദ്ധരിക്കുന്നവര് തുടക്കമെന്ന് പറയുന്ന സമാപനത്തിന്റെ സൂചനയാണ്. ഈ തുടക്കം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഈ മഹത്തായ പ്രസ്ഥാനത്തെ പിളർത്താൻ, ഈ മഹത്തായ പ്രസ്ഥാനത്തെ തളർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ഉച്ചസ്ഥലം ഈ സദസ്സ് വിളിച്ചു പറയുകയാണ്. ഈ സംഘടന തുടങ്ങിവെച്ചത് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ തുടങ്ങിവെച്ചത്, മഹാനായ താജുൽ ഉലമ തുടങ്ങിവെച്ചത്, മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് തുടങ്ങി വെച്ചത്, മഹാനായ റഈസ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ തുടങ്ങി വെച്ചത്, മഹാനായ താജുൽ ഉലമ തുടങ്ങി വെച്ചത്. ഈ സമസ്ത തുടങ്ങി വെച്ചത് മഹാനായ താജുൽ ഉലമയും മഹാനായ സുൽത്താനുൽ ഉലമയാണ്. മനസ്സിലായങ്ങള്? ഓല സമസ്ത തുടങ്ങി വെച്ചത് അതന്നെയല്ലേ ഞങ്ങൾ പറയുന്നു. പിന്നെ എന്തിനാ വെറുതെ പാങ്ങിലായ മൗട്ടി ഉസ്താദിനും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലപ്പോയ തങ്ങളെയും വെറുതെ അടങ്ങാറാക്കണു അല്ലേ? നിങ്ങളെ സംഘടന തുടങ്ങി വെച്ചത് ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളും കാന്തപുരാണ്. നിങ്ങളെ വരക്കൽ തങ്ങൾ നിങ്ങൾ പറയുന്നത് ഉള്ളാൾ തങ്ങളെയാണ്, വരക്കലല്ല. അദ്ദേഹം കരുവന്തിരുത്തി തങ്ങളാണ് അല്ലേ? നിങ്ങൾ AP എന്ന് പറയുന്നത് ഞങ്ങളത് ഒറിജിനലാണ്, നിങ്ങളത് ഡ്യൂപ്ലിക്കറ്റാണ് അല്ലേ? നിങ്ങളെ AP ഡ്യൂപ്ലിക്കറ്റാണ്, ഞങ്ങളെ AP അല്ല. നിങ്ങൾ AP, ഞങ്ങൾ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാറായിരുന്നു. നിങ്ങളെ AP ഡ്യൂപ്ലിക്കറ്റ് AP ആണ്. അദ്ദേഹം കാന്തപുരം AP ആണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കണോ? ഒന്നും നിങ്ങളെ സംഘടന രൂപീകരിച്ച അതിനാർക്കും തകർക്കാൻ കഴിയില്ല. ഇനി ആ സംഘടന ഇവരുടെ സംഘടനയിലെ മുഴുവൻ നേതാക്കന്മാരും വേണ്ടി തങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. ഇവരുടെ സംഘടനയിൽ നിന്ന് ഇവരുടെ സമസ്തയിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആൾക്കാർക്കും വേണ്ടി അദ്ദേഹം ദുആ ചെയ്യുന്നുണ്ട്. സംഘടനയിൽ തീരെ ഒരു സംഘടനയും ഇല്ലാത്ത ഒരാൾക്കും വേണ്ടി ചേർക്കുന്നുണ്ട്. ആ ഒരൊറ്റ പദം ഒരൊറ്റ ആളെ പേര് ഒഴിവാക്കിയാൽ മുഴുവൻ അവരുടെ സംഘടനാ നേതാക്കന്മാർക്കും ഭാരവാഹികൾക്കും അതിലേതെങ്കിലും ഒരാള് 1989 മുമ്പ് നേതൃത്വത്തിലുള്ള ആളുകളുണ്ടോ നോക്കി. ഏതെങ്കിലും ഒരാൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ എന്ന് നിങ്ങൾ നോക്കി. ഇൻഷാ അല്ലാഹ് അവരൊന്നും മരിച്ചിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ ഇവരുടെ സംഘടന ഏതാണെന്ന് ഇവർക്ക് കൃത്യമായി തങ്ങൾ തന്നെ പറഞ്ഞു. ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങളും APയും തുടങ്ങിയ സംഘടനയാണ്, ആ സമസ്തയാണ്. അപ്പൊ അത് പറഞ്ഞൂടെ? ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളും ഒക്കെ ഉണ്ടാക്കിയ സംഘടന, ബഹുമാനപ്പെട്ട PV മുഹമ്മദ് മുസ്ലിയാരൊക്കെ ഉണ്ടാക്കിയ സംഘടന അല്ലേ? ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാരും ബഹുമാനപ്പെട്ട കണ്ണിയത്തും ശംസുൽ ഉലമയും ഒക്കെ വളർത്തിയെടുത്ത സംഘടന അത് വേറെയാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളെ സംഘടന തുടങ്ങി. ഇതാണ് അള്ളാഹു നിങ്ങളെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയിപ്പിക്കുന്നു. നിങ്ങളെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയിപ്പിക്കും. ഈ പരിപാടി നിങ്ങൾ നടത്തുന്ന സമയത്ത് ഇത് കേൾക്കണോ കേൾക്കണ്ടേ എന്നൊരു ചർച്ച ഞങ്ങൾ നടത്തി. റേഡിയോയിൽ ഇത് പരിപാടി കേൾക്കണോ കേൾക്കണ്ടേ? അപ്പൊ എന്റെ അടുത്ത് നീന്നൊരു ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ കാളി നാസർ തങ്ങളെ മോളെ കല്യാണവുമായി ബന്ധപ്പെട്ട് അവിടെ അടിച്ചുകൂടിയായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു ഉസ്താദ് പറഞ്ഞു സംഭവം കേൾക്കണ നല്ലതാണ്. കാരണം എന്താ ചോദിച്ചു? കാരണം ഇതിലും അവരെന്തെങ്കിലും വിഡ്ഢിത്തരം പറയാതിരിക്കൂല, ഇതിലും അള്ളാഹു അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കൂല. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും, കേൾക്കണത് നല്ലതാണ് പറഞ്ഞു. നിങ്ങൾ എന്തായാലും കേൾക്കണം എന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് നിർബന്ധിച്ച് കേൾപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് കേൾക്കാം.
ഉച്ചയിസ്തരം ഈ സദസ് വിളിച്ചു പറയുകയാണ്. ഈ സംഘടന തുടങ്ങിവെച്ചത് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ തുടങ്ങിവെച്ചത്, മഹാനായ താജുൽ ഉലമ തുടങ്ങിവെച്ചത്, മഹാനായ സുൽത്താനുൽ ഉലമ ചന്തപുരം ഉസ്താദ് തുടങ്ങിവെച്ചത്, മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് നേതൃത്വം നൽകുന്ന മഹാനായ നൂറുൽ ഉലമ തുടങ്ങിവെച്ച ഒന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല, കോട്ടവും സംഭവിക്കുകയില്ല. അത് വളരുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഈ പ്രസ്ഥാനത്തെ ഈ രാജ്യത്തിനും ഇവിടുത്തെ സർവ്വവിഭാഗങ്ങൾക്കും വിശിഷ്യ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ നന്മകളും പ്രതിദാനം ചെയ്യുന്ന ഒരു ഇലാഹിയായ മദദുള്ള അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽവാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് നമ്മുടെ നേതൃത്വത്തിൽ നിൽക്കേണ്ടിയിരുന്ന മഹാനായ വൈലത്തൂര് ബാബ ഉസ്താദ് കഴിഞ്ഞ റമദാനിലാണ് നമ്മോട് വിട പറഞ്ഞത്. അതുപോലെ മോളൂര് മാനു മുസ്ലിയാര്, നിരവധി പണ്ഡിതന്മാരുടെ ഉസ്താദ് കഴിഞ്ഞ മാസമാണ് നമ്മോട് വിട പറഞ്ഞത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് SYSന്റെ സ്റ്റേറ്റ് ട്രഷറായ 2 ആഴ്ച മുമ്പ് എന്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ മഹാനായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി നവ്വറല്ലാഹു മർഖദ ആ 3 പേരുടെയും ഖബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്, ദറജകൾ ഉയർത്തണേ അല്ലാഹ്. പാണക്കാട് ശൈഖ് ഹുസൈൻ ശിഹാബ് തങ്ങൾ, പാണക്കാട് അൻവർ ശിഹാബ് തങ്ങൾ, നെല്ലിക്കുത്തി ഇസ്മായിൽ ഉസ്താദ്, അലനല്ലൂർ അബ്ദുള്ള മുസ്ലിയാർ, PT അബ്ദുള്ള കുട്ടി മുസ്ലിയാർ, അണ്ടോണ മുഹ്യദ്ദീൻ മുസ്ലിയാർ, അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ, പ്രിയപ്പെട്ട പാറന്നൂർ മുഹ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ, തരുവൺ അബ്ദുള്ള മുസ്ലിയാർ, തിരുവങ്ങാടി ബാപ്പി മുസ്ലിയാർ, ചെറുശോല ബീരാൻകുട്ടി മുസ്ലിയാർ, ചെറുശോല കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, എടക്കര ബീരാൻകുട്ടി മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി മഹാനായ എല്ലാവരുടെയും ഉസ്താദായ ബഹറുൽ ഉലൂം ശൈഖുനാ വഖി ഉസ്താദ് കുണ്ടൂർ ഉസ്താദ് നവറല്ലാഹു മറാഖിദഹും വഖദ്ദസല്ലാഹു അസ്ഹാറഹും അവരുടെ ദറജകളെല്ലാം നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ പണ്ഡിതത്വത്തിന്, നമ്മുടെ സാദാത്തുക്കൾക്ക്, മഹാനായ റഈസുൽ ഉലമക്ക്, മഹാനായ സുൽത്താനുൽ ഉലമക്ക്, ഇന്ന് സമസ്ത സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, അവരുടെ ഭാര്യ സയ്യിദ് ഷരീഫ ഉമ്മു കുൽത്തൂം ബീവി കഴിഞ്ഞ ദിവസമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഖബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോക്കാം നിങ്ങൾ എവിടെല്ലാം മുതലേ ആൾക്കാരെ പറഞ്ഞു, ഉള്ളാത്തങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള ആൾക്കാരെ അല്ലേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവരാരാണ് എന്ന് ഇവരെന്നെ പറയും. പിന്നെ ഇടക്കിടക്ക് വെറുതെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറയും, അത് ഇടക്കിടക്ക് പറയണത്. അത് മുജാഹിദീങ്ങള് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പറയണ മാതിരിയാ. അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഉള്ള പ്രസ്ഥാനാണെന്ന് പറയാലോ, അത് വെറുതെ പറയാണ്. അവര് പിന്നെ ഇബ്നു തീമിയയും അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഒക്കെ കാലഘട്ടം മുതലുള്ള പ്രസ്ഥാനമാണ്. അപ്പൊ വെറുതെ അവിടുന്ന് അങ്ങോട്ട് കുറെ ആൾക്കാരാണ് പിന്നെ ബന്ധം വിച്ഛേദിച്ചിട്ട് ഒരാൾ പറയും നേരെ അങ്ങോട്ട് പിടിക്കും റസൂലുള്ളാന്റെ പേര് അല്ലെ, റസൂലുള്ളാന്റെ അടുത്തേക്കാണ് പിടിക്കും. അതുപോലെ പിന്നെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അവിടുന്ന് നേരെ ഒറ്റ ചാട്ട ഇബ്നു തീമിയ 2-3 നൂറ്റാണ്ട് കഴിഞ്ഞ്, പിന്നെ അവിടുന്ന് ഒരു 5-6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഒറ്റ ചാട്ട റസൂലുള്ളാഹി തങ്ങൾക്ക്. അങ്ങനെയാണ് ഇവരുടെ ഏർപ്പാട്. ഇവര് നേരെ ഈ 1989 മുതൽ പിന്നെ അവിടെ നേരെ ചാടുകയാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അറിയും. അതിന്റെ അടിയിൽ ആരും പറയില്ല, ആരെ പറഞ്ഞാലും കുടുങ്ങും. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ തങ്ങളുടെ വലിയ നുണ, വലിയ ഒരു പിന്നെ അബദ്ധം ആണെങ്കിൽ അത് അദ്ദേഹം തിരുത്തണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതൊക്കെ അറിയാതെ പറയുന്നതാവൂല, കാരണം അതെങ്ങനെയാണ് ചേർത്തി പറയാനേ. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരോട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ചേർത്തി പറയാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഈ വൃത്തികെട്ട ഏർപ്പാട് അത് ഒരു പച്ചക്കളവിനെ കൂട്ടുപിടിച്ചായിരുന്നു എന്ന് സൂചിപ്പിക്കേണ്ടി വന്നതിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു. മഹാന്മാരായ തങ്ങന്മാരിൽ നിന്നും ഒരിക്കലും ഈ രൂപത്തിലുള്ള പിന്നെ സാധാരണ ഒരു വടശ്ശേരിയുടെയൊക്കെ ഒരു നിലവാരത്തിലേക്ക് മഹാനായ ഖലീൽ ബുഖാരി തങ്ങളെപ്പോലെയുള്ള ആളുകളൊന്നും തരം താഴരുത്. അത് വളരെ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാം. വടശ്ശേരിയുടെയോ പേരോടിന്റെയോ പൊന്മളയുടെയോ ഒക്കെ നിലവാരത്തിലേക്ക് താങ്കളെപ്പോലെ മഹാന്മാരായ സയ്യിദ് പാരമ്പര്യമുള്ള വലിയ വലിയ മഹത്തുക്കളായ തങ്ങന്മാരുടെയൊക്കെ പിന്നെ കുടുംബത്തിൽ ജനിച്ച അങ്ങയെപ്പോലുള്ള വലിയ 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 മഹാന്മാരായ ആളുകളൊക്കെ
ഒരു കക്ഷി പ്രസ്ഥാനത്തിന് വേണ്ടി, ഗ്രൂപ്പിസത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഒരു പള്ളക്ക് വേണ്ടി ഒക്കെ വളരെ മോശപ്പെട്ട രൂപത്തിൽ തരം താഴ്ന്നു പോകുന്നത് ഒരിക്കലും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട തങ്ങൾ ഇനിയെങ്കിലുമുള്ള കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ രൂപത്തിൽ ഇടപെടാനും ആളുകൾക്ക് ദിശാബോധം നൽകാനും താങ്കളുടെ ബാക്കിയുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് വളരെ വളരെ ആത്മാർത്ഥമായി, കാരണം നമ്മളൊക്കെ സ്നേഹിക്കുന്ന ആളുകളാണ് സയ്യിദന്മാർ. അതുകൊണ്ട് തന്നെ വളരെ ബഹുമാനത്തോടും ആദരവോടുകൂടി ഈ രൂപത്തിൽ പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടപാടുകൾ പ്രിയപ്പെട്ട തങ്ങൾ പാപ്പ നിങ്ങൾ നിർത്തണം, അത് അവസാനിപ്പിക്കണം എന്ന് നിങ്ങളോട് വളരെ നല്ല രീതിയിൽ ബഹുമാനാദരവോടുകൂടി ഞങ്ങൾ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ ആരപ്പഞ്ഞി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉസ്താദിന്റെ അതാ ഇസ്ലാമുലര് വരട്ടെ, കുറച്ച് കഴിയട്ടെ, കുറച്ച് അവിടെ ഇരിക്കട്ടെ. അതിന്റെ മുമ്പുള്ള കുറച്ച് ആൾക്കാരെ ആക്കിയാലോ? തങ്ങൾ ആരാ അവിടെ പോകാൻ സ്റ്റുഡിയോയിൽ? ഇപ്പോ അർജന്റ് കൂട്ടിനാരാ? എന്നാ പേരോടെ ദ്രമസക്കാഫിയുടെ ഉപദേശമായിക്കോട്ടെ കളവ് പറയുന്നതും. അതുപോലെ തന്നെ പേരോടെ ദ്രമസക്കാഫിയറ്റെ ഉസ്താദ് അവിടെ ഇരിക്കട്ടെ, മൂപ്പര് പ്രഖ്യാപിക്കാനല്ലേ. അതിന് മുമ്പ് പേരോട് ഉസ്താദ് ഒന്ന് പ്രഖ്യാപിക്കട്ടെ അല്ലേ? പേരോട് ഉസ്താദ് എങ്ങനെയായിരിക്കണം, എന്താണ് സംഭവം എന്ന് അദ്ദേഹം അറിയാതെ ഒരു ഹദീസാണ് പറഞ്ഞു കൊടുങ്ങുന്നത് നോക്കി, പിന്നെ ഒരു ഭാഗത്താണ് പറഞ്ഞു കൊടുങ്ങാണ് മൂപ്പര്, പിന്നെ മൂപ്പർക്ക് വേണ്ടിയില്ല എന്നാണ്. കാരണം പിന്നെ പറയുന്നതൊക്കെ നേരെ പോണത് ഉസ്താദുമാരിക്കാ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ചർച്ച തുടങ്ങാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാം. താങ്കൾ റെഡിയാണോ? 40 വയസ്സ് PT റഹീമിനോട്, പേരോട് വരാ 18 വയസ്സ്. താങ്കൾ റെഡിയാണ്? ഓക്കെ. ബാബു വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസഫൻ വമാ അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലുസൂമിൽ ജമാഅ വഹും അഹ്ലുൽ ഇൽം എന്ന് സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കൊടുക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മധ്യനിലവാരമുള്ള തീവ്രവാദികളോ ഭീകരവാദികളോ വർഗീയവാദികളോ അക്രമകാരികളോ ആക്കാതെ ഏത് വിഷയത്തിലും മധ്യനിലവാരമുള്ള ഒരു സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ എല്ലാ ജനങ്ങൾക്കും സത്യസാക്ഷികളായിരിക്കണം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കെല്ലാവർക്കും സത്യസാക്ഷിയും മാതൃകയും ആണ് എന്നിങ്ങനെ അറിയിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഒരധ്യായം കൊടുത്തുകൊണ്ട് ഇമാം ബുഖാരി രേഖപ്പെടുത്തി, വമാ അമറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലുസൂമിൽ ജമാഅ, മുസ്ലിം ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് അല്ലാഹു കൽപ്പിച്ചതിൽ പറയുന്ന അധ്യായം. വഹും അഹ്ലുൽ ഇൽം, മുസ്ലിം കൂട്ടായ്മ, മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരെ മുറുകെ പിടിക്കണം എന്നാണ്. വഹും അഹ്ലുൽ ഇൽം, അത് അറിവിന്റെ വക്താക്കളായ പണ്ഡിതന്മാരായ, യഥാർത്ഥ പണ്ഡിതന്മാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളെ 100% അംഗീകരിച്ചും വിശ്വസിച്ചും അവരുടെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടായ്മ ഈ ഉമ്മത്തിന് ഉണ്ടാകണം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നതെന്ന് മഹാനായ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ഈ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയാണ് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സംഘടനകളുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിച്ചും വികസിപ്പിച്ചും ഇനിയും ധാരാളം പ്രവർത്തന മേഖലകളിൽ കടന്നു ചെന്ന് നമ്മുടെ ദഅവകൾ നമുക്ക് വികസിപ്പിക്കാനും എല്ലാ ജനങ്ങൾക്കും എല്ലാ വിഭാഗത്തിലും നന്മകൾ വാരിവിതറാനും വേണ്ടിയാണ് നാം മഹാന്മാരായ പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം അവർ തന്നെ നമുക്ക് മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ സംഘടന രൂപീകരിച്ചു തന്നിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കൂട്ടായ്മ എന്ന്
ഇവരോട് താങ്കൾ സൂചിപ്പിക്കുന്നത് മനസ്സിലായി. അതുകൊണ്ടായിരിക്കാം താങ്കൾ 1989 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പുറത്തു പോന്ന് ഈ അബ്ദുസ്സമദ് അൽ കാത്തിബുമായും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ തറുവായിയുമായും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു വിശാല മുസ്ലിം ഐക്യത്തിൽ ഒപ്പുവെച്ചത് അല്ലേ? സുന്നി ഐക്യം, സുന്നി സംഘടനയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിശാലമായ മുസ്ലിം ഐക്യമാണ് സമൂഹത്തിന് യോജിച്ചുള്ളത് എന്ന താങ്കളുടെ തിരിച്ചറിവായിരിക്കാം, താങ്കളുടെ പ്രസ്ഥാനത്തിന്റെയും താങ്കളുടെ നേതാക്കന്മാരുടെയും തിരിച്ചറിവായിരിക്കാം 1989 വിശാലമായ ഒരു മുസ്ലിം ഐക്യത്തിന് ഒപ്പുവെക്കുകയും അന്ന് ബീജാഭാവം നൽകിയ താങ്കളുടെ ആ സന്തതി ഇന്ന് 25 വർഷങ്ങൾ താങ്കളുടെ സംഘടനാ ഗർഭത്തിലിരുന്നു കൊണ്ട് ഇപ്പോൾ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്കൾ തന്നെ തുടരൂ. ഈ ഹദീസൊക്കെ കാണാൻ ഒടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു. ഈ ഹദീസൊക്കെ 10-25 കൊല്ലമായിട്ട് എടുത്തു വെച്ചിരിക്കരുത്. നമ്മളെ കുറ്റം പറയാനേ പറയും. എവിടെയായിരുന്നു ഇപ്പൊ ഈ ഹദീസൊക്കെ? ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിൽ വിളർപ്പുണ്ടാക്കി പോന്നിട്ടേ മുസ്ലിം ഐക്യാണ് വേണ്ടത്. സുന്നത്ത് ജമാഅത്തിന്റെ പേരിലാണ് ഐക്യം വേണ്ടത്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളെ കൂടെയാണ് നിൽക്കേണ്ടത്. മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് എന്ന മഹാമനീഷിയുടെ നേതൃത്വത്തിലായിരുന്നു നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടിയിരുന്നത് അല്ലേ? എന്നിട്ടിപ്പോ പറയാം ഐക്യക്കാർ പറയും താങ്കൾ കേൾക്കുന്നുണ്ടോ? പേരോട് താങ്കൾ കേൾക്കുന്നുണ്ടോ? താങ്കൾക്ക് തുടരാം. ഓക്കെ. മറിച്ച് മനസ്സിലാക്കി കൊടുത്താൽ അത് അംഗീകരിച്ച് പോകുന്നവർ അവർക്കാണ് ആഖിലുകൾ എന്ന് പറയുന്നത്. മഹാനവർകൾ ശേഷം പറഞ്ഞു സ്വഭാവം നല്ലവരായിരിക്കണം. എന്താണ് കാരണം? മഹാനവറുകൾ തന്നെ വിശദീകരിച്ചു. ഇത് റുബ്ബ ആഖിലിൻ യുദ്രിക്കുൽ അശ്യാ അലാ മാ ഹഖിയ അലൈഹി വലാകിൻ ഇദാ ഗലബഹു ഗളബുൻ ഔ ശഹവത്തുൻ ഔ ബുഖ്ലുൻ ഔ ജുബ്നുൻ അതാഅ ഹവാഹു വഖാലഫ മാ ഹുവ അൽ-മഅ്ലൂം ഇന്നഹു ലിഅജ്സിഹി അൻ ഖഹരി സിഫാതിഹി വതഖ്വീമി അഖ്ലാഖി ഫലാ ഖൈറ ഫീ സ്വഹ്ബതിഹി. സ്വഭാവം നന്നില്ലാത്ത ആളുകൾക്ക് ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം എന്തുകൊണ്ട്? ഒരു കാര്യമൊക്കെ മനസ്സിലാക്കി ിട്ടുണ്ടെങ്കിലും അവർക്കൊരു സ്വന്തമായൊരു വികാര പ്രശ്നം വന്നാൽ, അവർക്കൊന്ന് വെറുപ്പ് പിടിച്ചാൽ, അല്ലെങ്കിൽ അവർക്കൊരു രുദ്ധത ഉണ്ടായാൽ, അല്ലെങ്കിൽ അവർക്കൊരു ഭീരുത്വമുണ്ടായാൽ അവർ അവരുടെ തടീച്ചക്ക് വഴിപ്പെട്ട് പഠിച്ചതും മനസ്സിലാക്കിയതും ഒരു ഭാഗത്ത് വലിച്ചെറിഞ്ഞ് അവർ അവരുടെ വികാരത്തിന്റെ പിന്നാലെ പോകും. അത്തരം ആളുകളുമായും സഹവസിച്ചിട്ട് കാര്യമില്ല എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു പറയാൻ. മൂന്നാമതായി മഹാനവറുകൾ പറഞ്ഞു, മൂന്നാമതായി പറഞ്ഞത് ഗൈറ ഫാസിഖിൻ, അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിനെ അനുസരിക്കുകയും ചെയ്യുന്ന നേർക്കുനേരെ ജീവിക്കുന്ന ആളുകളുമായിട്ടായിരിക്കണം നിന്റെ സ്വഹബത്ത്. കളവ് പറയുന്നവരുമായോ അല്ലെങ്കിൽ ചതിയന്മാരുമായോ അല്ലെങ്കിൽ കളവ് പറയുന്നവരോ ഗീബത്ത് പറയുന്നവരോ നമീമത്ത് പറയുന്നവരോ ഫസാദ് പറയുന്നവരോ അവരുമായിട്ട് സഹവാസം പാടില്ല. മഹാനവറുകൾ അതിനുശേഷം പറഞ്ഞു, അതിനെ ധാരാളം ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉദ്ധരിച്ചു. നമ്മളെ ഓർമ്മിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് പകരം ദുനിയാവിലെ കാര്യലാഭവും സ്ഥാനവും ബഹുമാനവും ഒക്കെ കിട്ടണമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ അവരിൽ നീ തിരിഞ്ഞു നോക്കാൻ പാടില്ല, അവരിൽ നിന്ന് പിരിഞ്ഞു കളയണം, അവരിൽ നിന്ന് നീ മാറിക്കളയണം. എന്നിട്ട് മഹാനവറുകൾ ആ ആയത്തുദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, അമ്മൽ മുബ്തദിഉ, സുന്നിയല്ലാത്ത കക്ഷികൾ അവരുമായും സഹവാസം പാടില്ല. എന്തുകൊണ്ട്? ഫഫീ സ്വഹ്ബതിഹി ഖത്റു സറായത്തിൽ ബിദ്അതി വതഅദ്ദി സുഅ്മിഹാ ഇലൈഹി ഫൽമുബ്തദി മുസ്തഹഖ് ലിൽ ഹജ്രി വൽ മുഖാതഅതി ഫകൈഫ തുസറു സ്വഹ്ബതുഹു. സുന്നിയല്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനുമായി ഒരു അല്പ സഹവാസമുണ്ടായാൽ തന്നെ അവന്റെ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധമായ ആശയം ഇങ്ങോട്ട് പകരാനും അതിലേക്ക് ചെന്നു ചേരാനും അതിന്റെ ലക്ഷണക്കേട് അനുഭവിക്കാനും കാരണമാകും. അതിനാൽ സുന്നിയല്ലാത്തവൻ അവൻ പൂർണ്ണമായി മാറ്റി നിർത്തപ്പെടേണ്ടവരും അവനുമായി പിണങ്ങി നിൽക്കേണ്ടവരുമാണ്. പിന്നെ സുന്നിയല്ലാത്തവരുമായി സഹവച്ച് ജീവിക്കലെങ്ങനെ? അതൊരിക്കലും ഒരു മുസ്ലിമിന് യോജ്യമായ കാര്യം അല്ല. ഇമാം ഗസാലി റളിയല്ലാഹു പറഞ്ഞു, വലാ ഹരീസുൻ അലദ് ദുനിയാ, ദുനിയാവിലെ സ്ഥാനമാനങ്ങളോ പണമോ അധികാരമോ
നന്മ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവർ, അവരുമായും നിങ്ങൾക്ക് സുഹബത്തുണ്ടാകാൻ പാടില്ല. കാരണം അവർക്ക് ലാഭം കുറയുമ്പോൾ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചത് നേടാൻ കഴിയാതിരിക്കുമ്പോൾ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ലഭിക്കാതിരിക്കുമ്പോൾ, അവർ ദീനിന്റെ നന്മ ഉദ്ദേശിക്കാതെ അവർ എന്തും പറയാനും ചെയ്യാനും തയ്യാറാകും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് തഖ്വയോടുകൂടെ ജീവിക്കുന്ന സൽസ്വഭാവമുള്ള ബുദ്ധിമാന്മാരായ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ സഹവസിക്കണം. അതാണ് നമ്മുടെ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവർ ഇയാളത് പറഞ്ഞു കുടുങ്ങിയതാണ്. കാരണം ഇത് എന്താണ് ഇയാൾ പറയണമെന്ന് ആലോചിക്കാതെ ഒരു ഹദീസ് എടുത്തിട്ട് മൂപ്പരാൻ പറഞ്ഞു, ഒരു ഇബാറത്തെടുത്ത് മൂപ്പരാൻ തുടങ്ങിയ ശേഷമാണ് മൂപ്പൻ ആലോചിച്ചത് പടച്ചോനെ ഇത് പറയേണ്ടിയിരുന്നില്ല. പിന്നെ പറഞ്ഞ് മൂപ്പനാകെ ഇടങ്ങേറായിന്റെ ബാക്കി ഭാഗങ്ങൾ അത് മുഴുവൻ കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാതെ. അപ്പൊ ഈ ആരോപിക്കണത് ജീവിത വിശുദ്ധി ഇല്ലാതെ കളവ് പറഞ്ഞിട്ട് എന്തായിട്ടും കാര്യമില്ല. ജീവിത വിശുദ്ധിയില്ലാതെ കളവ് പറഞ്ഞു നടക്കുന്ന ആളുകൾ ഈ ഒരു ഉദ്ഘാടന പരിപാടി ഏതൊരു സമ്മേളനം എടുത്തുകൊണ്ടുപോലും ഏതൊരു പ്രഭാഷണം എടുത്തുകൊണ്ടുപോലും ഒരു കള്ളത്തരം ഉണ്ടാവും, ഒരു കള്ളത്തരെങ്കിലും പറയും. അവരുടെ പ്രചരണം നടത്തുന്നതിന്, അവരുടെ സംഘടനകളുടെ പ്രചരണം നടത്തുന്നതിന് കളവിനെ കൂട്ടുപിടിക്കാതെ ഒരു സമയത്തും ഇവരാരും പ്രസംഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നേലുണ്ടായിരുന്നു എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണെന്ന് പ്രസംഗിച്ച ആളാണ് പേരോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം അത് ഒരു തീയിലിട്ടാൽ കത്തുമെന്ന് പറഞ്ഞ ആളാണ്. പ്രവാചകരുടെ ശരീരം തീയിലിട്ടാൽ കത്തും, വീണാലേ കത്താതിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് പേരോട്. അങ്ങനെ പച്ചക്കള്ളവും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി ബിദഈകളുടെ ആശയവും ആദർശവും പ്രചരിപ്പിക്കുകയും അത് അവരോട് കൂടിച്ചേർന്നതിന്റെ ഫലമാണ് അല്ലേ? 1989 ഡിസംബർ 21 ഒപ്പുവെച്ചതിന്റെ ബാക്കി പത്രമാണിത്. അന്ന് കൂടിയിരുന്നതിന്റെ ഭാഗക്കാരം അന്നിട്ട് പകർന്നതേക്കാരല്ലേ കുവൈത്തിലെ ഔക്കാഫ് പ്രതിനിധി. അദ്ദേഹത്തിന്റെ കൂടെ ഈ കാത്തിവും അതുപോലെ തന്നെ തറുവായുമൊക്കെ ചേർന്നിരുന്നപ്പോ നിങ്ങൾക്ക് പകർന്നു വന്നതായിരിക്കും ഈ വാദങ്ങളൊക്കെ. അന്ന് ഒപ്പുവെച്ച ബാക്കി പത്രങ്ങളാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഇവരെ മുസ്ലിം ജമാഅത്തിൽ കൂടിയാൽ സ്വർഗത്തിൽ കടക്കുന്ന ഹദീസ് ഓതിയിട്ടൊക്കെ പറയുന്നത്. ഈ കേരള മുസ്ലിം ജമാഅത്തിൽ കൂടിയാലേ ആൾക്കാർ സ്വർഗത്തിൽ കടക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഭിന്നിച്ച് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച മഹാനായ കണ്ണിയത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയോടും അവരെ ചോദ്യം ചെയ്തുകൊണ്ട് മാറി നിന്നൊരു സംഘടനയിൽ കൂടിയ സ്വർഗം കിട്ടുന്നൊക്കെ അയാൾ പ്രസംഗിക്കുന്നുണ്ട്. ആ വാങ്ങളൊക്കെ ഒന്ന് കേൾക്കും ഇൻഷാ അല്ലാഹ്. ഹലോ, താങ്കൾ കേൾക്കുന്നുണ്ടോ? പിന്നെ പേരോടിന്റെ പ്രസംഗത്തിന്റെ ബാക്കി പറ്റി തങ്ങളെ വേറെ സംഘടന കൂടിയാൽ സ്വർഗം കിട്ടും എന്നറിയണമൊക്കെ. അപ്പൊ ഓക്കെ അവരുമായി നിങ്ങൾക്ക് സുഹബത്തുണ്ടാകാൻ പാടില്ല. കാരണം അവർക്ക് ലാഭം കുറയുമ്പോൾ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചത് നേടാൻ കഴിയാതിരിക്കുമ്പോൾ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ലഭിക്കാതിരിക്കുമ്പോൾ, അവർ ദീനിന്റെ നന്മ ഉദ്ദേശിക്കാതെ അവർ എന്തും പറയാനും ചെയ്യാനും തയ്യാറാകും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് തഖ്വയോടുകൂടെ ജീവിക്കുന്ന സൽസ്വഭാവമുള്ള ബുദ്ധിമാന്മാരായ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ സഹവസിക്കണം. അതാണ് നമ്മുടെ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ഹദീസ് ഓതി പറയാം. ബുഖാരിയിൽ ഹദീസുണ്ട് അല്ലേ? കേരള മുസ്ലിം ജമാഅത്തിൽ കൂടിയ സ്വർഗം കിട്ടും. മുസ്ലിം ജമാഅത്തെ ഇവരൊരു സംഘടന ഉണ്ടാക്കുക, എന്നിട്ട് ബുഖാരിയിലെ ഹദീസും മറ്റുള്ള ഹദീസുകളൊക്കെ ഇവരെ സംഘടനക്ക് അനുയോജ്യമായി ഓതുക. ഇവരോരോ ലക്ഷ്യത്തിനു വേണ്ടി പിളർപ്പുണ്ടാക്കി, സുന്നത്ത് ജമാഅത്തിന്റെ പിളർപ്പുണ്ടാക്കി, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളും അതുപോലത്തെ ആരിഫീങ്ങളും മഹാന്മാരായ ആളുകളൊക്കെ സ്ഥാപിച്ച പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാക്കിയിട്ട് ഇവർ പറയാം മുസ്ലിം ജമാഅത്തിൽ കൂടിയാൽ ആ പിളർപ്പിന് സഹായിച്ചാൽ സ്വർഗത്തിൽ കടക്കുന്നു. പുതിയ പുതിയ ഹദീസുകളാ. എന്നിട്ട് ഇവരേതെങ്കിലും ഒരു ഹദീസ് എടുത്ത് അത് ഇവരുടെ സംഘടനയ്ക്ക് യോജിച്ചുകൊണ്ട് അങ്ങനെ വിശദീകരിക്കുക. എന്തോ തെമ്മാടിത്തരവും ചെയ്യുന്നതിന് ഒരു പേടിയില്ലാത്ത ഒരു വിഭാഗമായി ഇവര് അധപതിച്ചു പോയിട്ടുണ്ട് അല്ലേ? എന്ത് തെമ്മാടിത്തരം ചെയ്യുന്നതിന് ഇവർക്കൊരു പ്രശ്നമല്ല. കാരണം ഇവര് നടത്തിയ ഇവരുടെ പ്രഭാഷണങ്ങള് ഇവരുടെ ഒരു സംഘടന ഉണ്ടാക്കി, അതിന് പിളർന്ന് വീണ്ടും പിളർന്ന് സംഘടനകൾ ഉണ്ടാക്കുക. ആ ഓരോ പിളർന്ന് സംഘടനകൾ ഉണ്ടാക്കുമ്പോഴും അതൊക്കെയാണ് മുസ്ലിം ജമാഅത്ത് എന്ന ആളുകളെ ബോധ്യപ്പെടുത്തുക. മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പിളർന്നു വന്ന ശേഷം ഉണ്ടാക്കുന്ന സംഘടന എന്നാ? അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ തീവ്രവാദം ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിന്റെ തീവ്രത മുതലെടുത്തുകൊണ്ട് അവസാനം മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കല? എവിടെ പോയിപ്പോ സുന്നിയൊക്കെ? ഈ പ്രഖ്യാപന സമ്മേളനം എന്ന് കേട്ടോളി. തങ്ങൾ റെഡിയാ? എ.പി. അബൂബക്കർ മുസ്ലിയാർ ഈ സംഘടന പറയുന്നത്, ഇതിന്റെ പ്രായം പറയുന്നത് 95 വയസ്സ് മുതൽ 125 വയസ്സ് വരെ എന്നാ. എ.പി. അബൂബക്കർ മുസ്ലിയാർ പറയണതേ പേരോട് പറഞ്ഞത് 18 വയസ്സാന്നാ. എ.പിയുടെ പ്രസംഗം കഴിഞ്ഞിട്ടാണ് പേരോട് പറയണത്. പേരോട് പറയുന്നത് 95. പേരോടിന്റെ രണ്ടാം ഭാഗടി ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എ.പി ഈ പേരോട് പറഞ്ഞ 18 വയസ്സ് മുതൽ 18 വയസ്സ് എന്ന് പറയണ്ടല്ലോ, അത് എ.പിക്ക് മറുപടിയാ. അത് എ.പിക്ക് മറുപടിയാ പറയണത്. എ.പി പറയുന്നത് 95 വയസ്സ് മുതൽ 125 വയസ്സ് വരെ എന്നാ പറയണത്. ഓക്കെ ഇൻഷാ അല്ലാഹ് റിസാൻഡി. അപ്പൊ എ.പി പറയുന്ന വാക്കുകളൊക്കെ ഓക്കെ. ഇതെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രവർത്തനം ഇത്രയും വ്യാപകമായ സ്ഥിതിക്ക് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും 95 വയസ്സായവരെയും 120 വയസ്സായവരെയും അതിന്റെ തൊട്ടടുത്ത് താഴെയുള്ളവരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ നസീഹത്ത്, പ്രചോദനം അത് നൽകിക്കൊണ്ട് സന്മാർഗത്തിലൂടെ കൊണ്ടുവരുന്നത് തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് മുതൽ 120 വയസ്സാണ് അല്ലേ? 95 വയസ്സ് മുതൽ 120 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് സംഘടന. അത് മൂപ്പര് ഉദ്ദേശം എന്താണെന്നോ, പൊന്മളി പേരോടൊന്നും സംഘടനയ്ക്ക് കയറി വരാതിരിക്കാനാണ്. കാരണം ഇനിയിപ്പോ ഈ സംഘടനയിൽ ഇപ്പൊ എത്തിപ്പെടാൻ ചാൻസ് ഉള്ള ആൾക്കാർ ഇപ്പൊ ആദ്യം എത്തിപ്പെടുന്ന ഇപ്പൊ മൂപ്പരൊക്കെയല്ലേ കാരണം, എ.പി.യിലെ കാരണം അല്ലേ? അപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊന്നും പെട്ടെന്ന് സംഘടനയ്ക്ക് വരാതിരിക്കാൻ 120 വയസ്സുള്ള ആൾക്കും 95 വയസ്സുള്ള ആളുകൾക്കുമാണ് പേരോട് ആളല്ല. 18 വയസ്സ് മുതൽ തന്നെ എന്റെ കുട്ടികളെ മുതൽ തന്നെ ഞാൻ കൊണ്ടുവന്ന അല്ലേ? എന്റെ മൂപ്പരെ ചെറിയ മക്കളെ മുതൽ തന്നെ ഈ സംഘടനയ്ക്ക് കൊണ്ടാണ് മൂപ്പരിക്കുന്നത്. ആ സമയത്ത് മൂപ്പരല്ല 95 വയസ്സും 120 വയസ്സൊക്കെയാണ് പിന്നെ സംഘടനയുടെ പ്രായം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുപോലെ പിന്നെ ഈ പ്രഖ്യാപനത്തിന് മുമ്പ് ഇവരിത് പ്രഖ്യാപിക്കാനൊരു കാരണം എന്താ പറയുന്നു? കേരളത്തിൽ വഖഫ് ബോർഡിലെ പിന്നെ നടത്തുന്ന രാഷ്ട്രീയമാണ്. കേരളത്തിലെ വഖഫ് ബോർഡിൽ ഇവർ പറയാണ് ഇവിടുത്തെ നാനാജാതിക്കാർക്ക് ഇവിടെ ഇത് കൊടുക്കണില്ല, നാനാജാതി മതസ്ഥർക്ക് ആനുകൂല്യം കൊടുക്കാത്തതിനെത്ര ഇവർ ചോദ്യം ചെയ്യുന്നത് വഖഫ് ബോർഡിൽ നിന്ന്.
നമ്മളെ പള്ളികളും മദ്രസകളും അതുപോലെ തന്നെ യത്തീംഖാനകളും അതുപോലെ തന്നെ നമ്മുടെ മക്കാമുകളും അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് അതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഇവിടുത്തെ നാനാജാതി മതസ്ഥർക്ക് ഇവിടെ ആനുകൂല്യങ്ങൾ നൽകാത്തതിനെയാണ് ഇയാൾ ചോദ്യം ചെയ്യുന്നത്. അതിനകത്ത് കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കി കൃഷി വഖഫ് ബോർഡിന്റെ ആനുകൂല്യങ്ങൾ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യാം. ഇനി അടുത്ത ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ ഇവർക്കൊക്കെ വാങ്ങിക്കൊടുക്കണം. അതിനാണ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയും. നോക്കി എന്താ ഇവർക്ക് പറ്റിയിട്ടുള്ളത്? അത് കഴിക്കുന്നത് ഇൻഷാ അല്ലാഹ്. പക്ഷെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, ഈ മുസ്ലിയാക്കന്മാരിപ്പോഴും അവർക്ക് ധൈര്യം പോരാ, രാഷ്ട്രീയങ്ങളാക്കാൻ ധൈര്യം പോരാ. അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്ന് രാഷ്ട്രീയ പ്രവർത്തകർ കരുതിപ്പോകണ്ട. ശരിക്കും പാഠം പഠിപ്പിക്കേണ്ട തലത്ത് പഠിപ്പിച്ച് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും അത് പഠിപ്പിക്കേണ്ടി വരും, ആവശ്യം വളരാൻ. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഒരു വഖഫ് ബോർഡ് ഉണ്ട്. കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വഖഫ് ബോർഡുള്ളതിൽ ആ വഖഫ് ബോർഡിന്റെ നന്മ അവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ ലഭിക്കുന്നു, ഒരേ ക്രമത്തിൽ ലഭിക്കുന്നു. ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങൾക്കും അവിടുത്തെ വഖഫ് ബോർഡിൽ നിന്ന് ആവശ്യമായ ആനുകൂല്യങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകും. അവിടുത്തെ വഖഫ് ബോർഡിൽ നിന്ന് ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങൾക്കും അവിടുത്തെ വഖഫ് ബോർഡിൽ നിന്ന് ആവശ്യമായ ആനുകൂല്യങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകുന്നു. അതിന് പകരം ഒരു വഖഫ് ബോർഡ് ഏതെങ്കിലും ഒരു കുത്തക രാഷ്ട്രീയത്തിന്റെ കയ്യിൽ മാത്രം അടക്കി ഒതുക്കി വെച്ച് ഇവിടെ ബാക്കിയുള്ളവരെ അടിച്ചമർത്താനുള്ള ഈ പ്രവണത ഇനി വരെ പോകുകയില്ല. അതിനർത്ഥം നിങ്ങൾ രാഷ്ട്രീയം ഉണ്ടാക്കുന്നതല്ല. നിങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ സംഘടന വേണ്ട. അതില്ലാതെ തന്നെ ഇരുത്തേണ്ടവരെ ഇരുത്താൻ കഴിയും. അത് കഴിച്ചിട്ടുണ്ട്, അനുഭവമല്ലേ. ഇത് കിബിറ് പറയുന്നതല്ല. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വഖഫ് ബോർഡോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ രംഗമോ വകുപ്പോ മറ്റൊന്നും പ്രവർത്തിക്കേണ്ടത്. എന്റെ കാക്കായി വിദ്യാഭ്യാസ വകുപ്പും വഖഫ് ബോർഡും രണ്ടാണേ. ഈ പൊതുമരാമത്തും വഖഫ് ബോർഡും എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാ കാക്ക. ഇത് മുസ്ലിം സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്ത് അതിന്റെ വഖഫ് അതിന് വഖഫ് ചെയ്യപ്പെട്ട ജംഗമ വസ്തുക്കളൊക്കെ സംരക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട കേസുകളും മറ്റുമൊക്കെ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വകുപ്പാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ കൂടി പൊതുമരാമത്തും വിദ്യാഭ്യാസ വകുപ്പും എന്നൊക്കെ പറയുന്ന പോലെ നാനാജാതി മതസ്ഥർക്കൊക്കെ ആനുകൂല്യങ്ങൾ നൽകുന്ന വകുപ്പാണ്. ഇയാൾ ഏതാ കാക്കങ്ങളൊന്ന് ആലോചിച്ചോക്കാണ്. ഈ മനുഷ്യനത്ര പോലെ നേതാവ് ഭയങ്കര ആക്കിലാണല്ലോ. നേരത്തെ പേരോട് പറഞ്ഞില്ല, വലിയ ബുദ്ധിമാനായിരിക്കണം നേതാവ്. ബുദ്ധിമാൻ മാത്രമായാൽ പോരാ, അയാൾക്ക് ജീവിത വിശുദ്ധി കൂടി ഉണ്ടാകണം. പിന്നെ അയാളുടെ നുണയും പറയാൻ പറ്റൂല. ഇപ്പൊ 3 ഒന്നില്ലേ അല്ലേ? മറ്റേ 2 കാര്യത്തിലും ആർക്കും സംശയമല്ല. പിന്നെ ഇയാൾക്ക് ഉണ്ടോന്നൊരു സംശയം ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. അതുപ്പല്ല, പൊതുമരാമത്ത് വകുപ്പ് പോലെയാണ് വഖഫ് ബോർഡ് എന്നാ പോപ്പര് പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് പോലെയാണ് വഖഫ് ബോർഡ്. വിദ്യാഭ്യാസത്തിന്റെ ആനുകൂല്യങ്ങൾ നാനാജാതി മതസ്ഥർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ലഭ്യമാകണം എന്ന് പറയുന്നത് പോലെയാണ് ഇയാൾ പറയുന്നത്. മറ്റ് കർണാടകയിലൊക്കെ അവിടുത്തെ ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ അവിടുത്തെ ഹിന്ദുക്കൾക്കൊക്കെ വഖഫ് ബോർഡ് നിന്ന് അത്ര ആനുകൂല്യം കൊടുക്കലേ അല്ല. എന്തെങ്കിലും അല്ലേ? പിന്നെ ദേവസ്വം ബോർഡൊക്കെ പിരിച്ചുവിടുക നല്ലത്. ദേവസ്വം ബോർഡൊന്നും ആവശ്യമില്ല. ഈ കാര്യം ഈ കാക്കാക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ ആളുകളെ പറഞ്ഞതിനൊക്കെ അല്ലാഹു അക്ബർ എന്ന് കുട്ടികൾ പറയണേ. അതുകൊണ്ടേക്കാണ് ശംസുല്ലൂമ പറഞ്ഞതില്ലേ, ഇവരെ കൂട്ടത്തില് മറ്റേ ആൾക്കാരല്ലാതെ വേറെ ഉണ്ടാവൂല. അല്ലെങ്കിൽ ഇതിനൊക്കെ അല്ലാഹു അക്ബർ പറഞ്ഞ കുട്ടികളെ തലയിലെ ആൾപ്പാർപ്പൊന്ന് ആലോചിച്ചോക്കാ. നിങ്ങൾ എന്തെങ്കിലും സാധനം തലന്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ
ഈ ചീനച്ചട്ടി ബല് കൊടുന്ന 6 സ്റ്റാർ ചട്ടി പോലത്തെ ചട്ടി അല്ലാതെ ബല തലിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം അവശേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതിന് അല്ലാഹു അക്ബർ പറയും. ഏറ്റവും ചുരുങ്ങിയത് ഇവിടെങ്കിലും ഉണ്ടായിരിക്കണ്ടേ, ഇവിടെങ്കിലും ഉണ്ടായിരിക്കണ്ടേ അല്ലേ? പണ്ട് ഒരാൾ പറഞ്ഞൊരു കഥ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നെ ദിവസം നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ പറയണ്ട, അത് ഒരു 17-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ പറയാം. ഇതൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതൊക്കെ ഒരു വിവരക്കേട്. ഈ വിവരക്കേടൊക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ട് ആളുകൾക്ക് മുമ്പിൽ ഇതൊക്കെ ഒരു വിവരമാണ്, ഇതൊക്കെ വലിയൊരു ഒരു പ്രഖ്യാപനമാണ് എന്ന് നിങ്ങൾ സമർത്ഥിക്കണോ? എന്താ വഖഫ് ബോർഡ്, എന്താ മറ്റെന്താ പൂവെന്താ പൂക്കളെന്താന്ന് അറിയാത്ത കുട്ടികളെ പോലെ എന്താ അറിയില്ല നമ്മള്. ഈ സംഭവം ഇയാൾക്ക് അല്ലേ എന്താണ് ഈ പറയണത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധ്യമുണ്ട്. ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇയാൾ പുതിയ ഒക്കെ ഓരോ ബോർഡ് മാറി ഓരോ സാധനങ്ങൾ, അതൊരു ബോർഡാണെന്നാണ്. ഈ ബോർഡ് എല്ലാവർക്കും ഇങ്ങനെ മുറിച്ചു കൊടുക്കല എന്നാണ് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുക. ഇതൊരു ബോർഡാണ്, ഇതിങ്ങനെ എല്ലാവർക്കും ഓരോ മുറി, ഓരോ കഷ്ണം മുറി, എല്ലാവരും വരുമ്പോൾ ഓരോ കഷ്ണം മുറി കൊടുക്കുന്ന ഒരു തരം ബോർഡാണെന്ന് അയാൾ മനസ്സിലാക്കി. എന്ത് തേങ്ങാക്കൊല്ലി ഇയാൾക്കറിയാം? എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട് എന്താണ് ഈ സംഭവം എന്തെങ്കിലും മനസ്സിലാക്കണ്ട. അതിനെങ്ങനെ മനസ്സിലാകുക? അതിന് വേണമെങ്കിൽ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യേണ്ട സ്ഥാപനങ്ങള് പ്രൈവറ്റ് പേരിൽ രജിസ്റ്റർ ചെയ്താൽ എങ്ങനെ വഖഫ് ബോർഡിൽ കൊണ്ടേ കൊടുക്കുക? അതിനാണ് അവിടുത്തെ കമ്മിറ്റികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. ഈ സ്ഥാപനങ്ങളൊക്കെ കമ്മിറ്റികൾ ഉണ്ടാക്കി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോഴാണ് എന്താണ് വഖഫ് ബോർഡ് എന്ന് മനസ്സിലാകുക. വഖഫ് ബോർഡ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്ഥാപനങ്ങൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്യണം. അറിയോ? സ്വന്തം പേരിൽ പ്രൈവറ്റ് അതോറിറ്റി, പ്രൈവറ്റ് സ്ഥാപനങ്ങളാക്കി മാറ്റിവെച്ചാൽ വഖഫ് ബോർഡുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. പിന്നെ വഖഫ് ബോർഡിൽ ഒരാൾക്ക് എങ്ങനെ സീറ്റ് കിട്ടുക? വഖഫ് ബോർഡിൽ എങ്ങനെ വോട്ടിങ്ങിന് എങ്ങനെ വരിക? വഖഫ് ബോർഡിൽ എങ്ങനെ ഇവർക്ക് പ്രവേശനം കിട്ടുക? സ്ഥാപനങ്ങളൊക്കെ പ്രൈവറ്റ് സ്ഥാപനങ്ങളായി തന്റെയും തന്റെ കുടുംബങ്ങളുടെയും പേരിൽ സ്വകാര്യ സ്വത്തുക്കളായി രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ വഖഫ് ബോർഡിൽ സ്ഥാനം കിട്ടൂല കാക്ക. പിന്നെ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് മറ്റു വകുപ്പുകളെപ്പോലെ, പൊതുമരാമത്ത് വകുപ്പിനെ പോലെ റോഡും പാലവും ഉണ്ടാക്കി നാനാജാതി മതസ്ഥർക്ക് കച്ചി രാഷ്ട്രീയ ഭേദമന്യേ ഉപകാരം ചെയ്യുന്നൊരു വകുപ്പല്ല കാക്ക. ഇതൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അല്പം ബുദ്ധി വേണം. പേരോട് പറഞ്ഞേ, നേതാവായി ആ തലപ്പത്തിരിക്കണ്ട, ബുദ്ധിയില്ലെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി എന്നാ പറഞ്ഞത്. നേതാവായി മേലക്കാരിക്കണ്ട, ബുദ്ധിയില്ലെങ്കിൽ താഴത്തേക്ക് ഇറങ്ങിയും. പൊതുജനങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യന്റെ പിന്നാലെ നിൽക്കരുത് എന്ന് പേരോട് ഇയാൾ ഇരുത്തിക്കൊണ്ട് പറയാം. ഈ പ്രസംഗം കേട്ടിട്ടാ പേരോട് മറുപടി അറിയണത്. ഇതൊക്കെ മറുപടി പേരോട് പറയാം. ഇത് തമ്മിലുള്ള ഐക്യാണ് സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കൂടിയും കളിക്കും. ഇനി കണ്ടമാനം കള്ളത്തരങ്ങൾ പല സ്ഥലത്തും പോയി പറയേണ്ട ആളായതുകൊണ്ട് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞേക്കണം. ഇല്ലാതെ തന്നെ ഇരുത്തേണ്ടവരെ ഇരുത്താൻ കഴിയും. അത് കഴിച്ചിട്ടുണ്ട്, അനുഭവമല്ലേ. ഇത് കിബിറ് പറയുന്നതല്ല. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വഖഫ് ബോർഡോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ രംഗമോ വകുപ്പോ മറ്റൊന്നും പ്രവർത്തിക്കേണ്ടതില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും അത് പ്രവർത്തിക്കാതിരുന്നാൽ തീർച്ചയായും അതിന്റെ ഫലം കാണേണ്ടി വരും. കാരണം ചില ആളുകൾ ഇത് രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നാളെ ഞങ്ങൾ പറയുന്ന വഖഫ് ബോർഡ് നമുക്ക് വേണ്ടി മാത്രം മതി, മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം മതി, നാനാജാതി മതസ്ഥർക്കൊക്കെ വേണ്ടിയിട്ടാണ് വഖഫ് ബോർഡ് തമിഴ്നാടും കർണാടകയിലും പ്രവർത്തിക്കണമെന്ന് അയാൾ പറഞ്ഞത്. എന്ത് വഖഫ് ബോർഡാണിത്? അതിന് വഖഫ് ബോർഡ് അറിയും. ഓരോ മതസ്ഥർക്ക്, ഹിന്ദുക്കൾക്ക് ദേവസ്വം ബോർഡുണ്ട്, നമുക്ക് വഖഫ് ബോർഡുണ്ട് അല്ലേ. ഇനി ഇതില് ഇദ്ദേഹം പറയുന്ന ബാക്കി കുറെ കാര്യങ്ങളുണ്ട്. ഈ സംഘടന രൂപീകരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. അറബ് രാഷ്ട്രത്തെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. അറബ് രാഷ്ട്രത്തെ പോലെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുത്തരേ ഇവർ അംഗീകരിച്ചിട്ടില്ലെങ്കിലേ. അറബ് വസന്തം ഉണ്ടായില്ലേ, അതുപോലെ ഇവിടെ കലാപം ഉണ്ടാക്കുന്നൊക്കെ ഇയാൾ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതല്ലേ നമ്മളെ വിഷയം. ഈ സംഘടന ഇവിടെ എന്തിനാണ് എന്ന് ഇയാൾ പറയുന്നുണ്ട്. ഇയാൾ സംഘടനയെ കുറിച്ച് ഇയാൾ പറയാണ് ഇവിടെ പിന്നെ SYS സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പിന്നെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നുണ്ട്. പിന്നെ മുപ്പര് പറഞ്ഞു മെഡിക്കൽ കോളേജ് കൈകളുണ്ട്. ഞാൻ ഇവരുണ്ടാക്കിയെന്ന് പറയണേ മെഡിക്കൽ കോളേജുകൾ എന്ന് പറഞ്ഞു. പിന്നെ മുപ്പര് പറഞ്ഞു കഴുകലുണ്ട്. അവിടെ അവിടെ കഴുകലുണ്ട് എന്ന് പറഞ്ഞത്. ഇത് ഉണ്ടാക്കി ഞങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി എന്ന് ചോദിച്ചിട്ട് മെഡിക്കൽ കോളേജുകൾ, ആസ്പത്രികൾ എന്നൊക്കെ പറഞ്ഞു മുപ്പര് പറഞ്ഞു അവിടെയൊക്കെ ഞങ്ങൾ പോയി കഴുകലുണ്ട്.
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SYS എന്ന് പറഞ്ഞാൽ എന്താ? സുന്നി യുവജന സംഘം എന്ന് പറഞ്ഞാൽ എന്താണ്? സമസ്ത കേരള ജമിയത്തും എന്തിനു രൂപീകരിച്ചതാ? ഞാനിപ്പോ ഒരു SYSന്റെ സൈറ്റിലൊന്ന് പോയി നോക്കി. ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ആദർശ രംഗമോ അതിൽ കാണാനില്ല. വെറും സാമൂഹ്യ പ്രവർത്തനങ്ങൾ മാത്രം. വെറും ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങൾ അല്ലേ? സാമൂഹ്യ പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊന്നും ഇവർ നടത്തുന്നില്ല. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കി. സ്ഥിതി എന്താണ് ഇപ്പോൾ? അറബ് രാഷ്ട്രത്തിന്റെ സ്ഥിതി എന്താണ്? ഇറാഖിലും യമനിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ അറബ് രാഷ്ട്രമല്ലെങ്കിലും അവിടൊക്കെ എന്താണ് ഇന്നത്തെ അവസ്ഥ? ഒരു നേതാവ് ഇല്ല, ഒരു നേതൃത്വമില്ല, നേതൃത്വത്തെ അംഗീകരിക്കുന്ന ആളുകളും ഇല്ല. അങ്ങനെ തമ്മിലടിച്ച് നൂറുകണക്കിന് ആളുകൾ കലഹിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്തത്? ഇത് നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നില്ലേ? ഞാൻ ചോദിക്കുന്നു, ഇത് നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നുണ്ട്. ഈ അവസ്ഥ നമ്മുടെ നാട്ടിന് വരാൻ പാടില്ല. അത് വരാതിരിക്കണമെങ്കിൽ നാം സത്യസന്ധമായി പ്രവർത്തിക്കണം. എല്ലാ രാഷ്ട്രീയ കക്ഷികളും, ഞാൻ ഒരു കക്ഷികളോടല്ല പറയുന്നത്, ഏത് കക്ഷികളുണ്ടോ അവർ മുഴുവനും സത്യസന്ധമായി ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഒരല്പമെങ്കിലും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. എന്നോട് അടുത്ത ദിവസം രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കൊല്ലം കിട്ടിയ സീറ്റ് കൊല്ലം കിട്ടുന്നില്ല, കഴിഞ്ഞ പുരുഷന് കൊല്ലം സ്ത്രീ. അങ്ങനെ ഒരു മെമ്പർക്കും അയാളെ വാർഡ് നന്നാക്കണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. എന്റെ വാർഡ് നന്നാക്കിയിട്ട് അടുത്ത കൊല്ലം എനിക്ക് വോട്ട് കിട്ടണമെന്ന് ഉള്ള ചിന്തല്ല. ഏതായാലും ഞാൻ എത്ര നന്നാക്കിയാലും ഞാനിവിടെ ഉണ്ടാവില്ല, അടുത്ത കൊല്ലം പെണ്ണായിരിക്കും എന്ന് മനസ്സിലാക്കി കഴിയുമെന്ന് ഒരു ആള് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആള് പറയുന്നത്, പഞ്ചായത്തിന്റെ എല്ലാ വികസനവും ചില യുക്തിയും കൗശലവുമുള്ള ആളുടെ വാർഡിൽ മാത്രമായി പരിമിതമായി പോകും, അല്ലാത്ത സാധുക്കളെ സ്ഥലത്തൊന്നും കിട്ടൂല, അതുകൊണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് തീരുമാനിച്ചതാണ്. ഞാൻ പറയുന്നത്, ആത്മാർത്ഥതയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവണം. പഞ്ചായത്തിലാവട്ടെ, മണ്ഡലത്തിലാവട്ടെ, പാർലമെന്റിലാവട്ടെ, എവിടെയായാലും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നവർ വേണം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. സ്വന്തം ശരീരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം അല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കക്ഷികൾ ഇവിടെ ഉണ്ടാവണം. അതില്ലെങ്കിൽ തീർച്ചയായും മുസ്ലിം ജമാഅത്ത് അതിൽ ഇടപെടുകയും നിങ്ങളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുകയും ചെയ്യും. അല്ല, നേരെ പോകുമ്പോ ഞങ്ങൾ ഒരിക്കലും നിങ്ങളിൽ കൈകടത്തുകയില്ല. ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. ഞങ്ങൾക്കിവിടെ ധാരാളം മദ്രസകൾ ഉണ്ടാക്കണം, പള്ളികൾ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലേ പൊന്നാനി? പൊന്നാനി നിർത്തേണ്ടടുത്ത് ഒരാളെ നിർത്തിയാലോ അതിൽ പാഠം പഠിച്ചു എന്നാണ് അല്ലേ? പൊന്നാനി ഒരാള് നിർത്തേണ്ടടുത്ത് ഒരു നിർത്തി, അതോടുകൂടി എല്ലാവരും പാഠം പഠിച്ചു. എന്ത്? ഇവർക്ക് ഇത്രയേ ഉള്ളൂ വോട്ട് എന്ന്. ഇവരെ കുറിച്ചുള്ള പാഠം എല്ലാ ആൾക്കാരോട് പഠിച്ചു. അതിന് മാർക്സിസ്റ്റുകാർ പറഞ്ഞു എല്ലാം മുടിയും കത്തുന്നതാണ്. അല്ലെങ്കിൽ ഒരു പറയോ ഇയാൾ എന്ത് കൊണ്ടുവന്നാലും പിണറായി മുണ്ടൂലല്ലോ. ഇവരെ കുറിച്ച് പാഠം പഠിച്ചപ്പോ മാർക്സിസ്റ്റുകാർ പറഞ്ഞു എല്ലാം മുടിയും കത്തുന്നു. കാരണം എന്താ? സാധനം ഈ മുലയിൽ പാലില്ല, ഇതാടിന്റെ കഴുത്തിലാണ് മുല എന്ന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് അന്ന് പറഞ്ഞത് പിണറായിക്ക് പൊന്നാനിത ബോധ്യായത്. കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കമ്പാമ്പ് വരെ എല്ലാരെ പിന്തുണയും വാങ്ങിയിട്ട് ഈ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചതാണ്. അപ്പൊ മനസ്സിലായി ഇവർക്കാകുള്ളത് ഇത്രയാണ്.
എല്ലാരും പാടെ കൂടിയിട്ടേ ഉള്ളൂ. ഇനി ആരും ഇല്ലെങ്കിൽ വരെ സ്ഥിതി എന്തേ കാരണം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഏറ്റവും വളരെ തമാശയായ ഒരു കാര്യങ്ങൾ കേൾക്കി. ഇവരുടെ ഘടകമാണ് സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ഇപ്പോ ഉണ്ടാകാൻ പോണത്. ഇനി ഇത് ഏതിന്റെ ഭാഗമാണ്, ഏതിന്റെ കുട്ടിയ? അഖിലേന്ത്യാ ജംഇയ്യത്തുൽ അഖിലേന്ത്യ അല്ല ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമായിട്ടാണ് ഏതുണ്ടാക്കുന്നത്? നമ്മളെ കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കുന്നത്. ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് എവിടെ? ഇനി ഉണ്ടാകണുള്ളൂ, അത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോ അത് കേൾക്കി. ഇൻഷാ അല്ലാഹ്. ആദ്യം കുട്ടി, പിന്നെ തള്ള. ആദ്യം പ്രസവിക്കുന്നത് കുട്ടിനെയാണ്, പിന്നെ പ്രസവിക്കുന്നത് തള്ളനെയാണ്. ഭയങ്കര സംഭവമാണ്. ഇന്നലെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ്. കാരണം 40 വയസ്സുള്ള SSFകാരന് 40 വയസ്സുള്ള SSFന്റെ മാതാവ് എന്ന് പറയുന്നത് 23 വയസ്സായ പോലെ വ്യാജ സമസ്തയാണ്. അല്ലേ? അത് കേട്ടി പറഞ്ഞുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമായി ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്താണ് രൂപീകരിച്ചിട്ടുള്ളത്. അത് ഔദ്യോഗികമായി കേരള മുസ്ലിം ജമാഅത്ത് നിലവിൽ വന്നതായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തുർദീക വതർദാ ബിഹാ അന്നാ യാ അർഹമർ റഹീം പ്രഖ്യാപിക്കുന്ന ഭാഗമായി ഇപ്പോൾ നസീഹത്തിന്റെ ചുരുക്കമെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച നസീഹത്ത് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ താല്പര്യം, അത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമായി ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്താണ് രൂപീകരിച്ചിട്ടുള്ളത്. അത് ഔദ്യോഗികമായി കേരള മുസ്ലിം ജമാഅത്ത് നിലവിൽ വന്നതായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. മൂപ്പരനെ തക്ബീറും ചെല്ല ആയിക്കോട്ടെ, അതിനൊന്നും ഞങ്ങൾക്ക് വിരോധമല്ല. പക്ഷെ ഈ കുട്ടിണ്ടായി തള്ളനഞ്ഞി പെറാൻ പോണുള്ളൂ എന്ന് പറയുമ്പോഴാണ് അല്ലേ? കുട്ടിണ്ടായി തള്ളനഞ്ഞിയും പറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിനെ പറ്റൂ, തള്ളനഞ്ഞിയും പെറാൻ പോണുള്ളൂ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൊത്തത്തിൽ അങ്ങനെയാണ് ഏർപ്പാട്. ഇവരാദ്യം എന്ത് ചെയ്തു? ആദ്യം തറക്കല്ലിട ചെയ്തത്, പിന്നെ കുറ്റിയടിച്ചത്. ഒന്ന് ആലോചിച്ചു നിങ്ങള് അല്ലേ? ഇവരെ പള്ളിക്ക് ആദ്യം ഇവരെ നോളജ് സിറ്റിക്ക് ആദ്യം പള്ളിക്ക് തറക്കല്ലിട്ടു. എവിടെ വെച്ചിട്ട്? കോഴിക്കോട് വെച്ചിട്ട്. പിന്നെ ഞങ്ങൾ കുറ്റിയടിക്കുന്നു പറഞ്ഞു. അപ്പൊ ആദ്യം കുറ്റിയടിക്കുന്നത് തറക്കല്ലിടുന്നത്. അപ്പൊ ഇത് മൊത്തത്തിൽ ഇവരുടെ ഏർപ്പാടാണ്. പിന്നെ സ്ഥലം വാങ്ങണത്, ആദ്യം തറക്കല്ലിട്ടു, പിന്നെ കുറ്റിയടിച്ചു, പിന്നെ സ്ഥലം വാങ്ങി. അപ്പോ ഇങ്ങനെയാണ് ഇവരെ മൊത്തത്തിലുള്ള ഏർപ്പാടുകൾ അല്ലേ? ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിന്റെ ഇടക്ക് ഒരു ഗാനുണ്ട് എന്ന് പറഞ്ഞു. അതാരാണ്? അതറിയില്ല. ഒരു ഗാനുണ്ട്, ഒരു അർജന്റായിട്ട് കേൾപ്പിക്കേണ്ട ഒരു ഗാനാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ ഒന്ന് റാഹത്തായിട്ട് ഈ പാട്ടൊക്കെ കേട്ടിട്ട് എന്താണ് മുസ്ലിം ജമാഅത്ത്, ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്താണ്, ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ പറ്റുമോ, ഇത് അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറ്റുമോ ഒന്ന് വിളിച്ചു നോക്കിയും. നൂറിൻ ഞങ്ങളൊന്ന് വിളിച്ചു നോക്കിയും. ഇൻഷാ അല്ലാഹ് നമ്മളെ തിരിച്ചു വിളിച്ചു നോക്കി. ആയിക്കോട്ടെ, ആണെങ്കിൽ പറയും സ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, എന്നാ ഒരു ഗാനം, അതിനുശേഷം സുലൈമാൻ മുസ്ലിയാർ. മുത്തനബിയുടെ പുണ്യമാമേനിയെ തൊട്ടിനൊരിക്കലും മെച്ചമാം വസ്തുക്കൾ കത്തുന്ന സൂര്യനാൽ പാൽനില തിങ്കളാൽ ഒട്ടുമേ കണ്ടില്ല നിഴലെന്ന് നിശ്ചയം കത്തും പ്രകാശമാം മുത്തിന്റെ മേൽ പൊട്ടിയിടേരും വിയർപ്പിൻ കണങ്ങളും അതറിൻ ഗന്ധമാണെന്നുള്ള സത്യവും
പതിമാരിൽ നിന്നു വന്നു നിവേദനം. ആതിരുദേഹമിന്നിഴലുണ്ട് എന്നതും വാദിച്ച പേരോട് പയ്യോളിയാദികൾ ആരംഭപ്പൂവിലും പൊള്ളു പറയുന്ന കള്ളനെ ന്യായീകരിക്കും ശിഖണ്ഡികൾ. ആമുടി സത്യമെന്നുള്ള സത്യത്തെ ആരാരും ചോദിച്ചു ചെല്ലാതിരിക്കുവാൻ ആരംഭപ്പൂവിന്റെ പ്രത്യേകതകളിൽ ആശങ്കയുണ്ടാക്കി തമ്മാടി കൂട്ടങ്ങൾ. മുസ്തഫ തങ്ങൾക്ക് മൗത്തിൻ വിശേഷവും മൂജിസത്തുണ്ടെന്ന മുഖ്യമാം വസ്തുത മുൻകാല പണ്ഡിതർ കൃത്യമായി ചൊന്നതും മാറ്റുവാൻ വ്യഗ്രത കാട്ടിയ മൂഢന്മാർ. മുത്ത് നബിയുടെ കേശമുണ്ടൻ കയ്യിൽ സുർത്തും തരണം പണിയുവാൻ മന്ദിരം. ഒത്തും ചൊന്ന തിരിച്ചെടുത്തധനം ഒത്തു കളിച്ചവർ പോക്കറ്റിലാക്കുവാൻ. പള്ളി പണിയുമെന്നുള്ളൊരു പുള്ളിനെ ഉള്ളതാണെന്നും നിലച്ചു സിൽബന്ധികൾ. ഉള്ളാളവും വന്നു ശിലയിട്ടുവായുവിൽ ഉള്ളതും പുള്ളി തൻ പള്ളയിലായിഹോ. പറയുവാനേറെയുണ്ടിത്തരം കാര്യങ്ങൾ പറയാതെ വെച്ചുള്ള കള്ളത്തരങ്ങളും പറയാനറക്കുന്ന ലീലകൾ വേറെയും പറയാതെ തന്നെ അറിയും ബഹുജനം. നമ്മളിതൊക്കെ പാടുമ്പോ ഇപ്പോഴും ഓലെ കുട്ടികൾ പാടണെന്താ വെച്ചിട്ട് ഞങ്ങള് അതാ രസം. ഇപ്പോഴും ഓല് ഈ ഇതിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഏതെന്നോ പരിശുദ്ധ തിരുകേശം കാണുവാൻ തൗഫീഖ് തന്നിടണേ. ശരേ മുബാറക് മസ്ജിദിലെത്തുവാൻ നാഥ തുടച്ചിടണേ. പരിശുദ്ധ തിരുകേശം കാണുവാൻ തൗഫീഖ് തന്നിടണേ. നാടും വീടും ആലപിക്കും നിന്ന സംസാരം മോഡിയോട് വന്നിടുമാ പള്ളി പ്രചാരം. മോഡി അധികാരത്തിൽ വന്ന പള്ളി വരുന്ന ഇരുത്തിരുന്ന കുട്ടികൾ അല്ലേ? മോഡിയോടെ പള്ളി വരുന്ന ഉസ്താദ് പറഞ്ഞിടത്താണ്. മോഡിയും വന്ന് ഗുജറാത്തിലൊക്കെ പോയി എല്ലാ പരിപാടിയും നടത്തി നോക്കിയ ആള് മോഡി ഭരണത്തിലും വന്ന് ഇപ്പോഴും പള്ളിയില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പൊ കുട്ടികളോട് പറയണം നിങ്ങൾക്ക് മുസ്ലിം ജമാഅത്ത് പോരെ, എന്തിനാ പള്ളി? മുസ്ലിം ജമാഅത്ത് പോരെ. മറ്റു കുട്ടിയോട് മറ്റേ ഇതിനോട് പറഞ്ഞേ എങ്ങനെയാണ്? പ്രാവേ പോകരുത്, പാലും പഴവും പോരെങ്കിൽ അല്ലേ, ചോറും കറിയും പോരെങ്കിൽ പാലും പഴവും ഞാൻ നൽകാന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ കുട്ടികളോട് നിങ്ങൾ പോകരുത്, സംഘടന വിട്ടു പോകരുത്. പള്ളിയില്ലെങ്കിൽ എന്താ നോളജ് സിറ്റി ഇല്ലേ? നീ നോളജ് സിറ്റി ഇല്ലെങ്കിൽ നമ്മൾ മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചില്ലേ എന്നൊരൊറ്റ ചോദ്യം. കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. ഇവർക്ക് ചോറും പാലും പഴവും ഇല്ലെങ്കിൽ ചോറും കറിയോ, ചോറും കറിയില്ലെങ്കിൽ പാലും പഴവും എന്തായാലും കുഴപ്പമില്ല, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടണമെന്നാ. നോളജ് സിറ്റി ഇല്ലേ എന്ന് വെച്ചത്. 40,000 ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു പള്ളി, 40 കോടി രൂപയുടെ പള്ളി. കുട്ടികൾ സ്വപ്നം എങ്ങനെ കാണുകയാണ്. ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് പറയാം, ഇത് നമ്മൾ വെക്കണ സമയത്ത് അല്ലേ, ഇത് നമ്മൾ ബോസ് പൊട്ടാ പിന്നെയും കുട്ടികൾ പാടി
പക്ഷെ നമ്മളെ ബഹുമാനപ്പെട്ട അയ്യൂബ് ബ്ലാത്തൂർ രചിച്ച് ബഹുമാനപ്പെട്ട ഗഫൂർ അരിമ്രാസ് സാഹിബ് പാടിയ പാട്ടുകൾ കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥമായ ആ വിശദീകരണങ്ങൾ ആ പാട്ടിൽ ഒതുങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രചിച്ച അയ്യൂബ് ബ്ലാത്തൂരിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഗഫൂർ അരിമ്ര സാഹിബിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ പാട്ട് നമ്മൾ മാത്രമല്ല സുഹൃത്തുക്കളെ ഇവിടെ പാടിയിരുന്നത്. ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാർ അദ്ദേഹം നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം ഈ കേരള മുസ്ലിം ജമാഅത്തുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ നമ്മളോട് ഇവിടെ വെച്ച് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഈ പാട്ടുകളൊക്കെ നമ്മൾ പാടിയുന്നതിനേക്കാളൊക്കെ ശക്തമായി ആരെ ക്ലാസ്സിൽ പാടിയിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളൊക്കെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ക്ലാസ് റൂമായ ഓരോ മലബാർ ഇസ്ലാം മലബാർ കലോത്സവവുമായി ബന്ധപ്പെട്ട് അവർ രൂപീകരിച്ച കേരള മലബാർ കലോത്സവ ക്ലാസ് റൂമിൽ ബഹുമാനപ്പെട്ട നസറുദ്ദീൻ അൻവരി അവരുകള് അവരെ ക്ലാസ് റൂമിലൊക്കെ പഴയ കാലത്ത് പാടിയിരുന്നു. ഇപ്പൊ ബഹുമാനപ്പെട്ട നമ്മൾ അയ്യൂബ് ബ്ലാത്തൂരും അതുപോലെ തന്നെ ഗഫൂർ അരിമ്ര സാഹിബും ഒക്കെ പാടുന്നതിനേക്കാൾ മനോഹരമായി തന്നെ ഒരു സമയത്ത് ഈ വടുതല ഉസ്താദ് അവരെ ക്ലാസ് റൂമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതകൾ പാടിയിരുന്നു. പക്ഷെ എന്നതൊക്കെ ഒഴിവാക്കി, ഇന്ന് ആ പ്രത്യേകതകൾ മുഴുവൻ അവർ നിഷേധിച്ചു. ഇന്ന് അങ്ങനത്തെ ഒരു പാട്ട് പാടാൻ, അങ്ങനത്തെ ഒരു പാട്ട് രചിക്കാൻ നമ്മളെപ്പോലെ അവരും തയ്യാറായിരുന്നു 5 വർഷങ്ങൾക്ക് മുമ്പ്, 4-5 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ അതൊന്നും അവരെ ക്ലാസ് റൂമിൽ കേൾക്കൂല. നിങ്ങൾ കേട്ടോക്കി നിങ്ങൾ അവരെ ക്ലാസ് റൂമിൽ അന്ന് നടന്നത് ഇത്ര മനോഹരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രത്യേകതയും പറയുന്നത്. ഇതൊക്കെ അവർക്ക് അറിഞ്ഞുകൊണ്ടാണല്ലോ. ഇതൊക്കെ ഒരു സമയത്ത് നമ്മളെക്കാൾ ഈണത്തിലും വളരെ മനോഹരമായും കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ല പൊന്നെ, ഭൂമിക്കുമുകളിൽ കാണലിൽ മില്ലുറക്കിലൊരിക്കലും, ഏതൊരു സദസ്സിൽ നെതിരുന്നാൽ പിന്നെ ചുവരിലെല്ലാം ഉയരുമെന്ന പൊന്നെ. ഭൂമിക്കുമുകളിൽ കാണലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാറ്റവും. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽവിനുറക്കം ഇല്ല എന്നാ തീരയും. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ശംസിൽ എന്നതും നബിക്കുണ്ട്. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഹ്തൂന, ഇവ പാഠമിട്ടവനെപ്പോഴും മഅ്മൂന. കള്ളന്റെ ഫിത്നയിൽ ഇന്ന് ഒഴിയും എന്ന, കൂടാതെ തീഭയവും അവനില്ലെന്ന. ഇത് എഴുതി വീട്ടിൽ വെച്ചിരുന്നാലും ഇത് ഫലമുണ്ട് എന്നാണ് സുഹൃത്തെ വന്നതേ. മറാത്തിയായിൽ നോക്ക് 3 വന്നതാ, ജവാഹിറുൽ അശാരിലും പറയുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 പ്രത്യേകതകളാണ് ഈ വരികളിലൂടെ നമുക്ക് മഹാനവറുകൾ പറഞ്ഞു തന്നത്. പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും നാം കേട്ടിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കാൻ വളരെ നല്ലതാണ്. ഈ കാര്യങ്ങൾ ഒരാള് ഹിഫ്ളാക്കി വെച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാവിധത്തിലുള്ള ഫിത്നയിൽ നിന്നും നിർഭയനാകുമെന്നും, അതോടൊപ്പം കള്ളന്റെ ഷർറ്, തീകത്തൽ തുടങ്ങിയ എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളിൽ നിന്ന് അവൻ നിർഭയനാണ് എന്ന് ജവാഹിറുൽ അഷാർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഉള്ളതായി മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? 1 കോട്ടുവായി നബിക്കില്ലാത്തതാണ് അതിലൊന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഒരു ഷർറാണ് ഈ കോട്ടുവായ എന്നുള്ളത്. ഒരാൾ കോട്ടുവായിട്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണമെന്നാണ്. കാരണം അത് പിശാചിൽ നിന്നാണ് കോട്ടുവ. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇരിക്കുമ്പോഴായിരിക്കും പ്രത്യേകിച്ച് ഒന്ന് കുറച്ച് ഖുർആൻ ഓതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം വായിച്ച് നിസ്കാരത്തിലും
അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ പയൻ വരുന്നത്. ചില ആളുകൾ ആദ്യം പറഞ്ഞിങ്ങനെ വാവളിച്ചിടുന്നതാണ്. കോട്ടുവായി എന്നാൽ കൈകൊണ്ട് ഇടത്തെ കൈകൊണ്ട് വായ പൊത്തുകയും അതോടൊപ്പം എല്ലാവരും പരമാവധി നമ്മൾ ആൾക്കാരെ റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. സുലൈമാൻ മൗലിയുടെ ആശങ്ക നമ്മോട് പങ്കുവെക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ മുഴുവൻ ആളുകളെ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. അതുവരെ ബഹുമാനപ്പെട്ട വടുതൽ ഉസ്താദ് അവറുകൾ അല്പം സംസാരിക്കും. സുലൈമാൻ ഉസ്താദ് റെസ്റ്റ് എടുക്കുകയാണ്. അതുവരെ വടുതൽ ഉസ്താദ് റസൂലുള്ളാഹിന്റെ പ്രത്യേകതകൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വടുതൽ നസറുദ്ദീൻ അൻവരി. ഭൂമിയിൽ ഈച്ച എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഇരിക്കില്ല എന്നാണ്. കാരണം ഈച്ച ഇരിക്കുന്നത് നമുക്കൊക്കെ അറിയാലോ. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈച്ചയുടെ സ്വഭാവം എന്താ? നീ ഈച്ചയെ പോലെയാകരുത് എന്നാ. കാരണം ഈച്ച ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര നല്ല ഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും മ്ലേച്ഛമായ അല്ലെങ്കിൽ അളിഞ്ഞ പൊട്ടിയിരിക്കുന്ന അഴുക്കുള്ള സ്ഥലത്തെ ഈച്ച ഇരിക്കുള്ളൂ. അത് ശരീരത്തിലെന്നല്ല, ഈച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്ത് എന്നാൽ അങ്ങനത്തെ സ്ഥലമാണ് ഈച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പഥ്യം. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കാൻ കാരണം, അല്ലെങ്കിൽ ആ ഉപദേശം ഉപമ കൊണ്ടുവന്നത് മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. ഒരിക്കലും എന്നാണ്. നീ മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കണ്ട. അതിനു മുമ്പ് നിന്റെ സ്വന്തം ന്യൂനതകൾ നീ ഒന്ന് അന്വേഷിക്കുക. അങ്ങനെ നോക്കി ഈച്ചയെ പോലെ മറ്റുള്ളവരുടെ ഗുണഗണങ്ങൾ കാണാതെ ചെറിയ തെറ്റുകൾ ഇങ്ങനെ വലുതാക്കി പർവ്വതീകരിച്ച് നടക്കുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇന്നിപ്പോ നടക്കുന്നതാണല്ലോ. വലിയ വലിയ മഹാന്മാരായ ആളുകൾ അവരുടെ സേവന രംഗത്ത് എത്രയോ വലിയ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അതൊന്നും കാണാതെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ന്യൂനത കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുത്ത് ഇപ്പൊ അതാണ് പറയുന്നത്. ഉള്ളതുമല്ല, ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിയുണ്ടാക്കി മറ്റുള്ളവരെ സമൂഹത്തിൽ താരടിക്കുക എന്നൊരു സ്വഭാവം ഇന്ന് വല്ലാതെ പടർന്നു പിടിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവർ എന്റെ വെറുതെ റസൂലുള്ളാഹി തങ്ങളെ പ്രത്യേകതയാണെന്ന് പറഞ്ഞിപ്പോ 10 നിങ്ങൾ പറഞ്ഞില്ലേ, അത് നിഷേധിക്കുന്ന പൊന്മളിയും അത് നിഷേധിക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോടും നിങ്ങൾക്ക് എതിർപ്പില്ലേ? നിങ്ങളെ ഉസ്താദുമാരെ കുറിച്ചിട്ട് അവരുടെ എന്തെങ്കിലും ഒരു പൊട്ടത്തരം ആരെങ്കിലും അത് വിളിച്ചു പറഞ്ഞാൽ അത് അവർക്കുള്ള ചെറിയ ന്യൂനതകൾ പെരുപ്പിച്ചു കാണുകയാണെന്നും അവരെ ആക്ഷേപിക്കുകയാണെന്നും പരിഹസിക്കുകയാണെന്നും നിങ്ങൾ പറയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായി, അത് വലിയൊരു തെറ്റായി, ആക്ടിവിസ്റ്റ് പോലും നഷ്ടപ്പെടുന്ന വലിയൊരു വിഷയമായി, ഇസ്ലാമിന് പോലും പുറത്താകുന്ന വലിയൊരു വിഷയമായി താങ്കൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളിപ്പോ ഈ പാടിയില്ലേ, നിങ്ങളിപ്പോ ഈ പറഞ്ഞില്ലേ, നിങ്ങൾ പറയ കിതാബുകളുടെ പേരും പറഞ്ഞിട്ട് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 പ്രത്യേകതകളുണ്ട്, അത് ഹിഫ്ളാക്കി വെക്കുന്ന ആളുകൾക്ക് പിന്നെ അവർക്ക് തീപ്പോറലേൽക്കൂല, അതുപോലെ തന്നെ അവർ അത് എഴുതി വെച്ചാൽ വീട്ടിൽ കള്ളം കയറൂല എന്നൊക്കെ പറഞ്ഞത് നിങ്ങളല്ലേ വടുതലേ? എന്റെ പ്രിയപ്പെട്ട വടുതലേ, ആ റസൂലുള്ളാഹി തങ്ങൾ ഈ ന്യൂനതകളൊക്കെ കണ്ടെത്തുകയും റസൂലുള്ളാഹി തങ്ങൾക്ക് ന്യൂനതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് എതിർപ്പില്ലല്ലോ അല്ലേ? കേൾക്കുക അയാൾ പറയുന്നത്. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് നിമിഷങ്ങൾക്കകം ഇൻഷാ അല്ലാഹ് നമ്മെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. മഹാനായ ഉസ്താദ് അവറുകൾ ഈ കേരള മുസ്ലിം ജമാഅത്തിന്റെ അപകടത്തെക്കുറിച്ച് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ അദ്ദേഹം സന്നദ്ധനായിരിക്കുന്നു. എല്ലാവരും നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. ഏതായാലും നിമിഷങ്ങൾക്കകം വടുതല ഉസ്താദിന്റെ വിശദീകരണത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ മൈക്കിൽ വരും. ഷറുകൾ ഇന്നത്തെ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ആ ഈച്ച എന്ന് പറയുന്ന സാധനം അത് മലിനമായ സ്ഥലത്തിരിക്കുന്ന സാധനമാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഈച്ച ഇരിക്കൂല. അതുപോലെ മുൻഭാഗം പോലെ കാഴ്ചയിൽ നബി പിന്നിലും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹായ ഹദീസിലൊക്കെ വന്നാണ്. നബിതങ്ങൾ അവിടുന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളെ കാണാൻ കഴിയൂ. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് പിന്നിലുള്ളതും കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞതല്ലേ, നിങ്ങളുടെ നിസ്കാരത്തിന് ഹബീബായ നബിതങ്ങൾ ഇമാമായി നിൽക്കുമ്പോൾ തങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഹബീബിനറിയാം. നിങ്ങളുടെ ഖുശൂഉം നിങ്ങളുടെ ഖുളൂഉം നിങ്ങളുടെ റുക്കൂഉം സുജൂദും ഒക്കെ ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു തആല അത് ഓരോരുത്തർക്ക് അവൻ ഉദ്ദേശിച്ചത് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തി മൻ യശാ. അത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്. അത് അംഗീകരിക്കുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ അതുപോലെ തന്നെ പിന്നിലുള്ള വിഷയങ്ങളും കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയും. അതുപോലെ സ്ഖലനവും ഇല്ലുറക്കിലൊരിക്കലും മനുഷ്യന്റെ ഒരു വലിയ ദൗർബല്യമാണ്, ബലഹീനതയാണ് ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം, ഉറക്കത്തിൽ സ്ഖലനം ഉണ്ടാകുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏതൊരു സദസ്സിൽ നബിയിരുന്നാൽ പിന്നെ
ചുമലവരിലെല്ലാം ഉയരുമെന്നാ പൊന്നെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലെത്തിയാൽ ആ സദസ്സിൽ എത്ര വലിയ ആചാരബാഹുക്കളായ ഗാംഭീര്യമുള്ള ഹൈബത്തുള്ള എത്ര വലിയ ആളുകളുണ്ടെങ്കിലും അവരെക്കാളെല്ലാം എപ്പോഴും നബിതങ്ങളുടെ ആ ജസദ്, അവിടുത്തെ ഹൈബത്ത് അത് ഉയർന്നു തന്നെ നിൽക്കും. ഒരു സദസ്സിൽ നബി ഇരുന്നാൽ മറ്റുള്ളവരെക്കാളെല്ലാം നബിയുടെ ചുവര്, അവിടുത്തെ ആ തോള് മറ്റുള്ളവരെക്കാൾ എപ്പോഴും ഒരുപടി ഉയർന്നു നിൽക്കും. അല്ലാഹു തആല അത് ഉയർത്തുന്നതാണ് കണ്ടോ. അപ്പൊ എല്ലാ നിലക്കും ഹിസ്സിയായും മാനവിയായും ഒക്കെ നബിതങ്ങൾ ലോകത്തിൽ ഏറ്റവും ഉയർന്ന അതുല്യമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭൂമിക്കു മുകളിൽ കാനലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാഷ്ടവും കണ്ടോ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലമൂത്ര വിസർജനം ചെയ്താൽ അവിടുത്തെ കാഷ്ടവും മൂത്രവും ഒരിക്കലും ഭൂമിക്ക് വെളിയിൽ കാണൂല, അതപ്പോൾ തന്നെ ഭൂമി വിഴുങ്ങും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിനുറക്കം ഇല്ല എന്നാ തീരെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമ്പോൾ അൽ ഐനാനി തനാമാനി വൽ ഖൽബു ലാ യനാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് ഉറങ്ങിയാലും കൽബുറങ്ങൂല. അഥവാ എല്ലാ സംഭവങ്ങളും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിയും. നമ്മളങ്ങനെയല്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പരിസരത്ത് നടക്കുന്ന നമുക്കൊരു ബോധം ഉണ്ടാവില്ല, അല്ലെ? പക്ഷെ നബി തങ്ങൾ അങ്ങനെയല്ല. നബിയുടെ കണ്ണ് ബാഹ്യമായി ഉറങ്ങുമെങ്കിലും അവിടുത്തെ കൽബ് ഉറങ്ങുന്നില്ല. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ മൃഗങ്ങൾ ഓടിപ്പോവില്ല, തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, അല്ലേ? നബിയുടെ അടുത്തേക്ക് വരികയാണ്. واستجارك يا حبيبي عندك الظبي النفور. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് മൃഗങ്ങൾ ഇങ്ങോട്ടടുക്കുകയാണ് അവിടുത്തെ കാരുണ്യത്തിന്റെ തണൽ തേടി. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും കാരുണ്യമാണ്, കരുണയാണ്, കരുണാകരാക്ഷമാണ്. ആ കാരുണ്യത്തിന്റെ കവാടമായ പ്രവാചക പ്രഭുവിന്റെ കരുണയുടെ തണൽ തേടി മൃഗങ്ങൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്. നമ്മളെ കാണുമ്പോൾ സാധാരണ നമുക്കറിയാം പലപ്പോഴും മൃഗങ്ങൾ ഓടിപ്പോകാറാ, അല്ലെ? പക്ഷേ നബിയെ കാണുമ്പോൾ അങ്ങനെ ഓടലില്ല, എല്ലാം വളരെ ഭവ്യതയോടുകൂടി നിൽക്കും. നബിയുടെ അടുത്തേക്ക് ചാരത്തേക്ക് വരും, അവിടുത്തെ വിഷമങ്ങളും പരാതികളും അല്ലാഹുവിന്റെ ഹബീബിനോട് പറയും. കണ്ടോ, നിഴലില്ല ശംസേ എന്നതും നബിക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. നമുക്കൊക്കെ നിഴലുണ്ട്, ലോകത്തെ എല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ട്, സൂര്യന്റേതായ ആ പ്രതിബിംബം. പക്ഷേ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ല. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഹ്തൂന. വടുതല KMIC-ലല്ലേ പറയണത്, നമ്മളെ ക്ലാസ് റൂമിലല്ല, വടുതലേ പറയണത് KMIC-ൽ. മാർക്കം ചെയ്യപ്പെട്ട നിലയിലാണ് നബിയെ പ്രസവിക്കപ്പെട്ടത്. 5 കൊല്ലം മുമ്പാണ്, 5-6 കൊല്ലം മുമ്പാണെന്ന് മാത്രം. നസറുദ്ദീൻ അൻവരി വടുതല അവരുടെ ക്ലാസ് റൂമിന്റെ അമീർ അയാളാ പറഞ്ഞത്. വലദത്തുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദ്. അതെ, സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. അവിടുന്ന് മാർക്കം ചെയ്യപ്പെട്ട നിലയിൽ, സ്വർമ്മയിടപ്പെട്ട നിലയിൽ, നല്ല വെള്ള വസ്ത്രം കൊണ്ട് പൊതിയപ്പെട്ട നിലയിൽ, ഇങ്ങനെയൊക്കെയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടത്. സുജൂദിലായിട്ടാണ് അവിടുന്ന് പ്രസവിച്ച് വീണത്. ഇതൊക്കെ സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ 10 ഖുസൂസിയാത്തുകൾ, പ്രത്യേകതകൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ളതായി സ്വഹീഹായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഒരാളെ കാണാതെ പഠിച്ചു വെക്കണം, എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാകണം. ഒന്നുകൂടി എനിക്ക് കൂടി ഓർക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എല്ലാവരും പ്രത്യേകം ഓർത്തു വെക്കുക. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കോട്ടുവായയില്ല. 2, അവിടുത്തെ ശരീരത്തിൽ ഈച്ചയിരിക്കില്ല. 3, നബിതങ്ങൾ മുൻഭാഗത്തേക്ക് കാണുന്നത് പോലെ പിന്നിലുള്ളതും കാണുന്നു. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറക്കത്തിൽ ഒരിക്കലും സ്ഖലനമുണ്ടാകില്ല. 5, നബി ഒരു സദസ്സിൽ ഇരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ ചുമര്, അവിടുത്തെ ശരീരം എപ്പോഴും മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കും. 6, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂത്രമൊഴിച്ചാൽ, കാഷ്ടിച്ചാൽ അവിടുത്തെ കാഷ്ടവും മൂത്രവും ഭൂമിയിൽ കാണൂല. 7, കണ്ണിനുറക്കമുണ്ട് എന്നാൽ കൽബുറങ്ങൂല. കണ്ണുറങ്ങിയാലും കൽബുറങ്ങൂല. 8, നബിയെ കണ്ടാൽ മൃഗങ്ങൾ ഓടില്ല. 9, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ല.
10 നബി മഖ്തൂനായ നിലയിൽ മാർക്കം ചെയ്യപ്പെട്ട നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഓർത്തു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മറ്റ് പ്രോഗ്രാമുകളിലേക്ക് ബന്ധപ്പെട്ട ഉസ്താദുമാരെ പ്രവർത്തകരെ കടന്നു വരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ല നിങ്ങളെ ചേർക്കാനൊക്കെ പറ്റും. നിങ്ങളെ ദ്വേക്കോ അമ്മി പറയേണ്ട ഒരു ഗതികടത്ത് പോടല്ല. എന്റെ ഉസ്താദെ, ഈ സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകാനാണ് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഇത് നിങ്ങൾ ആ ക്ലാസ് റൂമിൽ 70 ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് താങ്കൾ പറഞ്ഞതാണല്ലോ അല്ലേ? നസറുദ്ദീൻ അൻവരി എന്ന് പറയുന്ന പഴയ നിങ്ങളുടെ സ്മാൾ ലെറ്റേഴ്സ് ഉള്ള ID നിങ്ങൾ ആ ക്ലാസ് റൂമിൽ അഡ്മിൻ ആയിക്കൊണ്ട് പറഞ്ഞതാണല്ലോ. ഇന്ന് ആ ക്ലാസ് റൂമിന്റെ അമീറാണല്ലോ താങ്കൾ. ആ പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതയാണെന്നും അത് അനവധി കിതാബുകളിൽ വന്നതാണെന്നും അതൊക്കെ കാണാതെ പഠിക്കുന്നത് കൊണ്ടും അത് ഹൃദ്യസ്ഥമാക്കുന്നത് കൊണ്ടും എഴുതി തൂക്കുന്നത് കൊണ്ടുപോലും നമുക്ക് വലിയ പ്രത്യേകതകൾ ലഭ്യമാകുമെന്നും എന്ന് താങ്കൾ പറഞ്ഞതല്ലേ? അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ വിഭാഗം വിട്ടു പോരണ്ടേ? താങ്കൾക്ക് എല്ലാതിനേക്കാളും നമ്മളെ സ്വന്തം ഉസ്താദുമാരെക്കാളും സംഘടനാ നേതാക്കന്മാരെക്കാളും നമ്മളുടെ ഭാര്യ സന്താനങ്ങളെക്കാളും നമ്മളെ സ്വന്തം ശരീരത്തെക്കാളും അഷ്റഫുൽ ഖൽഖിനോടല്ലേ സ്നേഹം വേണ്ടത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ഈ പറയപ്പെട്ട താങ്കൾ പറഞ്ഞ 10 പ്രത്യേകതകളെ നിഷേധിക്കുന്ന ഈ ആളുകളുമായി എങ്ങനെയാണ് താങ്കൾക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക? എന്തടിസ്ഥാനത്തിലാണ്? ബഹുമാനപ്പെട്ട